പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രജിത്ത് പി മാത്യു ആണ്. ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തൻ, പൊതു ശുശ്രൂഷയിലും വിവിധ നിലകളിലും ആമേനെ വടക്കേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചും കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോട്, പ്രാർത്ഥനയോട്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണാൻ കേൾക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രജിത്ത് പി മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ദൈവാസനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് പ്രജിത്ത് പി മാത്യു എന്നാണ്. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ നിന്നാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് ആഷ്ലി. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തത് മകളാണ്, +2 പഠിക്കുന്നു, കെസിയ. രണ്ടാമത്തത് മകന് 10ാം ക്ലാസ്സിൽ, കെനസ്. ഏറ്റവും ഇളയ മകൻ കെവിൻ 9ാം ക്ലാസ്. ആമേൻ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അരോമ ടി വിയിൽ കൂടെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ ജനനം മുതൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരു വചനം വായിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. രമ്യ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഈ വചനം വായിച്ച് എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് 6ാമത്തെ മാസത്തിലാണ്. ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പലരും വിചാരിച്ചു ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന്. പക്ഷെ ഇന്നും ജീവനോടിരുന്ന കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം കൃപ തന്നതിന് കാരണം, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞതുകൊണ്ടും ദൈവം കണ്ടതുകൊണ്ടും ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടുമാണ്. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി എന്നെ കാണുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ കല്ലേ വെച്ചരച്ചാലും നീ ചാകത്തില്ല, കാരണം നീ ജീവിച്ചിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ദൈവം നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ കർത്താവിൻ്റെ അത്ഭുത കരം ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിധങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം എന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ ഒരിക്കലും ജീവിച്ചിരിക്കത്തില്ലെന്ന് കരുതിയ സ്ഥാനത്താണ് ജീവനോട് ഇരിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയത്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പിതാവിനും മാതാവിനും മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജനനം ഇങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിനെ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ട് കൊടുക്കുക, കാരണം അങ്ങനെ ഒരു കാര്യം ആരും കണ്ടിട്ടില്ല, കാരണം ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള നിലയിലാണ് ഡോക്ടർമാർ സംസാരിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു, എന്നാൽ അവന് വേണ്ടി ദൈവം ഒരു രൂപേനെ എഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ
എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ വലിയമ്മച്ചിയാണ് ദൈവം ഉപയോഗിച്ചത്. അമ്മച്ചി പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരത്തില്ല, ഞങ്ങൾ കളയത്തില്ല, ഇവനെ ഞങ്ങൾ വളർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്നെ എടുക്കുവാനിടയായി തീർന്നു. അമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം. എൻ്റെ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് എന്നെ തൊട്ടിലിനകത്ത് പൊതിഞ്ഞു വെച്ചിട്ട് അമ്മയുടെ വയറ്റിൽ എങ്ങനെ സംരക്ഷിക്കും അതേപോലെ കുപ്പിക്കകത്ത് ചൂടുവെള്ളമൊക്കെ നിറച്ച് 2 സൈഡിലൊക്കെ വെച്ച് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു എന്നാണ് അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ ജനിച്ച് വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ വളരെ ഓമനിച്ചാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. എൻ്റെ ഹല്ലേലൂയ ആ അമ്മയുടെ അമ്മയാണ് എന്നെ വളർത്തിയത് പ്രധാനമായിട്ടും. സ്തോത്രം. അതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നു വന്നത്. എൻ്റെ അമ്മ വീട് വെണ്ണിക്കുളത്താണ്, പാട്ടക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്തോത്രം. അപ്പൊ അവിടെ ആണ് 6ാം ക്ലാസ് വരെയും ഞാൻ വളരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എൻ്റെ അമ്മ പഠിച്ച അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. എൻ്റെ അമ്മയെ പഠിപ്പിച്ച ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കിഴക്കുമ്പോൾ പറയും, നിന്റെ അമ്മയെ ഞാൻ ഇതുപോലെ കിഴക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ കിഴക്കുന്നത് എൻ്റെ ബാല്യകാല ഓർമ്മയിൽ ഒന്നായിട്ട് ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതൽ വളരെ വലുതാണെന്നുള്ളത് എൻ്റെ ഈ അനുഭവത്തിൽ കൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. സ്തോത്രം. 6ാം ക്ലാസ് വരെ അമ്മയുടെ വീട്ടിൽ നിന്ന് വളരുവാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുവാനിടയായി തീർന്നു. 7-8 വർഷങ്ങൾ ആമേൻ എൻ്റെ പപ്പായോടും അമ്മയോടും കൂടെ ഹല്ലേലൂയ ആണ് ഞാൻ താമസിച്ചത്, പഠിച്ചത്. അതിനുശേഷം പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ, ആശാഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അതിനുശേഷം വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വന്നു. തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ചു. +2 അല്ല, ഇന്നത്തെ +2 എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രീ ഡിഗ്രി വരെ പഠിക്കുവാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി തന്നു. എന്നാൽ പ്രീ ഡിഗ്രിയിൽ അത് പൂർത്തീകരിക്കാൻ എനിക്കിടയായില്ല. അതിനുശേഷം ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളുള്ളവരാണല്ലോ. അപ്പൊ ഈ ചെറുപ്പത്തിലുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ, ഒരു നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് തീരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് എന്നെ കണ്ടത് കർത്താവിൻ്റെ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിട്ടാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നേവിയിലേക്കൊന്നും പോകാനുള്ള ആ തലത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം കർത്താവിന് വേണ്ടി ഒരു യോദ്ധാവായി നിൽക്കുവാൻ, അവൻ്റെ പോർക്കളത്തിൽ നിൽക്കുവാൻ ദൈവം എന്നെ എടുത്തതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം വിദ്യാഭ്യാസം തുടരുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രതിസന്ധികൾ കാരണം, സ്തോത്രം ചെയ്യുന്നു, എൻ്റെ അപ്പനും അമ്മയും തീരുമാനിച്ചു ഇവനെ ബൈബിൾ കോളേജിലേക്ക് അയക്കണം. അന്ന് മർത്തോമ സഭയുടെ കീഴിലാണ് അന്ന് ആയിരുന്നത്. എൻ്റെ പിതാവ് മർത്തോമ സഭയിലെ ഒരു സുവിശേഷകനായിരുന്നു. ഇപ്പോൾ റിട്ടയറായി ഭവനത്തിൽ വിശ്രമിക്കുന്നു. എൻ്റെ മാതാവും കൂടെ ഉണ്ട്. എനിക്കൊരു അനുജനുണ്ട്. എൻ്റെ അനുജൻ മർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഒരു പെങ്ങൾ എനിക്കുണ്ട്. പെങ്ങളെ സീതത്തോട്ടിൽ വിവാഹം കഴിച്ചു. അവർ അങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ മർത്തോമ സഭയുടെ ഒരു ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ, കൊമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ ചാകലമാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ മിഷണറി ആയിട്ട് കടന്നു പോകുവാൻ എനിക്ക് ഇടയായി തീർന്നു. അപ്പോൾ അങ്ങനെ അവിടെ 4 വർഷത്തോളം അവിടെ മർത്തോമയിലെ ഒരു സുവിശേഷകനായി, ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ അമ്മയുടെ ഫാദർ, സ്തോത്രം, വല്യപ്പച്ചൻ, അപ്പച്ചന് രോഗമായിരിക്കുന്നു, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞ് എനിക്കൊരു ടെലഗ്രാം വരുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി, ആന്ധ്രയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്തോത്രം. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വരുവാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു ാണ് ഞാൻ നാട്ടിലേക്ക് വാസ്തവത്തിൽ വരുന്നത്. കാരണം ഞാൻ 3 മാസത്തെ ലീവ് ഞാൻ ചോദിച്ചു, അതെനിക്ക് തന്നില്ല. അത് എന്നെ ബുദ്ധിമുട്ടിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ
അവിടെ നിന്ന് ലീവ് എടുത്ത് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. പക്ഷേ എൻ്റെ വലിയപ്പച്ചൻ സീരിയസ് ആണെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചതെങ്കിലും ഞാൻ കടന്നു വരുമ്പോഴേക്കും എൻ്റെ വലിയപ്പച്ചൻ വാസ്തവത്തിൽ മരിച്ചിരുന്നു. അടക്കവും കഴിഞ്ഞിരുന്നതിന് ശേഷമാണ് ഞാൻ വരുവാനിടയായി തീർന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചതാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ആ വലിയപ്പച്ചൻ്റെ വേർപാട് വളരെ ഷോക്കായി തീർന്നു. അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. പിന്നീട് മുന്നോട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വന്ന സമയത്താണ് ക്യാമ്പസ് ക്രൂസൈഡ് എന്ന സംഘടനയുമായി ബന്ധപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നത്. ക്യാമ്പസ് ക്രൂസൈഡ് എന്ന സംഘടനയിലേക്ക് ഞാൻ ലെറ്റർ എഴുതുവാനിടയിൽ തീർന്നു. ബാംഗ്ലൂരിലെ അഡ്രസ്സ് എനിക്ക് ലഭിക്കപ്പെട്ടു. അങ്ങനെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് ഞാൻ ലെറ്റർ എഴുതി. ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ നാട്ടിലാണ്, എനിക്ക് ചേർന്ന് പ്രവർത്തിപ്പാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്ക് ലെറ്റർ കൊടുത്തു. അതിനുശേഷം കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് പല സ്ഥലങ്ങളും കടന്നുപോയി. എന്നാൽ അവിടെ ഒന്നും നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ സംഘടനയിൽ നിന്ന് എനിക്ക് ലെറ്റർ വന്നു. മാരാമണ്ണിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്, ഒരു സെലക്ഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്, അതിലേക്ക് കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2000 വർഷത്തിൽ അവിടേക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി തന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അപ്പം ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഓരോ കാര്യങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിനകത്തുള്ള ആ പ്രവൃത്തിയെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ അതങ്ങനെ അങ്ങായിപ്പോയി എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. വാസ്തവത്തിൽ എല്ലാത്തിനു പിന്നിൽ കർത്താവിൻ്റെ ഒരു കരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാ കാര്യത്തിന്മേലും ഒരു ദൈവകരമുണ്ട് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിലും അതുകൊണ്ട് തന്നെ സ്തോത്രം, ആ മാരാമണ്ണിലേക്ക് ക്യാമ്പസ് ക്രൂസൈഡിന്റെ പ്രവർത്തനത്തിലേക്ക് ചേരുവാൻ വേണ്ടി കടന്നുപോയി. ഒരാഴ്ചത്തെ ക്യാമ്പായിരുന്നു അവിടെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഫിലിം മിനിസ്ട്രിയിലേക്കാണ് എന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഫിലിം കാണിക്കുക, ജീസസ് എന്ന ഫിലിം കാണിക്കുക, അതിൽ കൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ അവിടെ പ്രൊജക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത്, ഇതെല്ലാമാണ് അവിടെ പഠിപ്പിച്ചത്. സ്തോത്രം. അതിനുശേഷം നവംബർ മാസം 2000 നവംബർ മാസം ആണ് ആ സമയം ഞാൻ ഓർക്കുന്നു. ആ നവംബർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയാണ്. അവിടെ പ്രാക്ടിക്കൽ കാണിക്കേണ്ടത്, എങ്ങനെ ഫിലിം ഷോ നമ്മൾ കാണിക്കണം, ജീസസ് എന്ന ഫിലിം എങ്ങനെ കാണിക്കണം. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം ചെയ്യുന്നു, ഫിലിം കണ്ട്, ഒരു സിനിമ കണ്ടാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പം അന്ന് അവിടെ പ്രാക്ടിക്കലിന് വേണ്ടി ജീസസ് എന്ന ഫിലിം അവിടെ കാണിച്ചുകൊണ്ടിരുന്നു. ഈ ഫിലിം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. ഇന്ന് എനിക്കത് മനസ്സിലാകുന്നത് ദൈവാത്മാവാണെന്ന്, പക്ഷെ അന്ന് അറിയത്തില്ലായിരുന്നു. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നു. പാപങ്ങളെല്ലാം, ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടായി. ഞാൻ അറിയാതെ കരയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം അടങ്ങിയ ഈ ഫിലിമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലേക്ക് പാപബോധം ദൈവത്തിൻ്റെ ആത്മാവ് തരുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ കരയാൻ തുടങ്ങി. എനിക്കും അറിയത്തില്ല എന്തിനാ കരയുന്നതെന്ന്. എന്നാൽ ആ ഫിലിമിന്റെ അവസാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനൊരു പാപിയാണ്. സ്വതം. പക്ഷേ എൻ്റെ ബാല്യകാലത്തിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വളരെ ഓമനിച്ചാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ മറ്റ് പാപങ്ങളിലൊന്നും ഞാൻ കടന്നുപോയിട്ടില്ല. മദ്യപിക്കുവാനോ അല്ലെങ്കിൽ പുകവലിക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. പക്ഷെ ഇതെല്ലാം എൻ്റെ സ്കൂൾ ജീവിതത്തിൽ മുതൽ തന്നെ സ്തോത്രം ചെയ്യുന്നു ചെറുതായിട്ട് തുടങ്ങാനിടയായി തീർന്നു. പക്ഷെ അത് തുടരാനൊന്നും ദൈവം അനുവദിച്ചില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം ആരംഭിച്ചു, സ്തോത്രം, പക്ഷെ ഒന്നും തുടരുവാൻ ദൈവം
അനുവദിച്ചില്ല. അത് ദൈവത്തിന്റെ കൃപയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആവർത്തന പുസ്തകം എന്ന് പറയുന്ന തിരുവചനത്തിലെ ബൈബിളിലെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യരുത് ചെയ്യണമെന്നൊക്കെ കർത്താവ് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വചനത്തിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത് ചെയ്യരുത് ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കാണിച്ചു തന്നിട്ട് ഇതൊക്കെ നീ ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ എൻ്റെ വചന ധ്യാനത്തിലും ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആവർത്തന പുസ്തകം വായിച്ചപ്പോഴാണ് ശരിക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു അതുകൊണ്ട് തന്നെ പുറമേ നോക്കിയാൽ ഒരു പാവമാണ്, ഒരു നാണം കുടുങ്ങിയാണ്, അധികം ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചു വളർന്നത്. എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ഇടത്ത് വലത്തിരുന്ന അവർ മാത്രമേ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുമായിട്ടൊന്നും അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ സ്തോത്രം, എല്ലാവരും ഞാനൊരു പാവമാണെന്നാണ് കരുതിയത്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. സ്തോത്രം ചെയ്തു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ മനസ്സിലായി, ഹാലേലൂയ, സ്തോത്രം, ഞാൻ ഒരു പാപിയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായ കാര്യങ്ങളെ ഹാലേലൂയ, സ്തോത്രം, കുറിച്ചുള്ള ബോധ്യം ദൈവം എനിക്ക് തന്നു. അതൊക്കെ പാപമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഹാലേലൂയ ഞാൻ കടന്നു വന്നത് ഈ ജീസസ് എന്ന ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തി തന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥമായി ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. അതുകൊണ്ട് ആണ് എനിക്ക് അത് സത്യമല്ല, ഞാൻ ചെയ്തു പോയതൊന്നും ശരിയല്ല, തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്ക് തരികയും ഉണ്ടായത്. സ്തോത്രം. ആ ഫിലിമിന്റെ അവസാനത്തിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവാണെന്നും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുമെന്നുള്ള ആഹ്വാനവും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനുള്ള അല്ലെങ്കിൽ സ്തോത്രം പ്രാർത്ഥനാവാചകവും അവിടെ അതിൽ കൂടെ നൽകപ്പെട്ടു. അങ്ങനെ ഞാൻ അന്ന് ഒറിജിനലായിട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കാനിടയായി തീർന്നു. അതിനു മുമ്പ് സ്തോത്രം, ഞാൻ ഒത്തിരി പ്രാവശ്യം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കൺവെൻഷനൊക്കെ പോകുമ്പോൾ രക്ഷിക്കപ്പെടാൻ കൈവക്കാൻ പറയുമ്പോൾ ഞാൻ കൈവക്കും, എല്ലാ യോഗത്തിനും കൈവക്കുമായിരുന്നു. സ്തോത്രം. പക്ഷെ യഥാർത്ഥമായി ഞാൻ ദൈവമുമ്പാകെ കൈവക്കിയത് വാസ്തവത്തിൽ 2000 നവംബർ 29 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് യേശുവിനെ യഥാർത്ഥമായി എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചു. അതിനു മുമ്പ് ഞാൻ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്, ഞാൻ മിഷണറി ആയിട്ട് പോയിട്ടുണ്ട്, ഞാൻ പലയിടത്തും സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അതൊക്കെ ബുദ്ധിയുടെ ഒരു പ്രമാണത്തിലായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി തീർന്നു. കാരണം വചനം പറയുന്നത് ഹല്ലേലൂയ, സത്യ നമസ്കാരികൾ യേശുവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. ഇപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് വാസ്തവത്തിൽ അറിയില്ലായിരുന്നു. സ്തോത്രം. യേശുവിനെ അറിയാം, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു, യേശു രക്ഷകനാണ്, യേശു ജനിച്ചത് എവിടെയാണ്, യേശു ജീവിച്ചത് എങ്ങനെയാണ്, യേശു ഉയർത്തെഴുന്നേറ്റു, ഇതൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് വാസ്തവമായി യേശുവിനെ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത്, സ്തോത്രം, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു നാമധേയമായ ക്രിസ്തീയ അനുഭവത്തിൽ നിന്നും സത്യത്തിലേക്ക് വരണമെന്ന് പെന്തക്കോസ്തുകാരായ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടെയാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കിയത്. സ്തോത്രം. അപ്പോൾ ഒരു നാമധേയമായ നിലയിൽ ഒരു സാധാരണ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്നെയാണ്. ചെറുപ്പകാലത്ത് സൺഡേ സ്കൂളിൽ കടന്നു പോകുമായിരുന്നു. സങ്കീർത്തനത്തിലെ ഓരോ അധ്യായങ്ങളും കാണാതെ പറഞ്ഞെങ്കിൽ മാത്രമേ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സങ്കീർത്തനങ്ങൾ കാണാതൊക്കെ പഠിക്കുവാൻ ദൈവം അവസരം തന്നു. സ്തോത്രം. അതൊക്കെ പിന്നീട് ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതെല്ലാം കർത്താവിന്റെ അടിസ്ഥാനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുക എന്നുള്ള അനുഭവം, യേശുവിനെ യഥാർത്ഥമായി സ്വീകരിക്കുക എന്നുള്ള അനുഭവം വാസ്തവത്തിൽ ഒരു
സംഭവം തന്നെയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിനെ യഥാർത്ഥമായിട്ട് രക്ഷകനായി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കാം, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടായിരിക്കാം, ആരാധന ക്രമം വെച്ച് ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ സത്യമാണെങ്കിലും സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്നും ദൈവം നമ്മുടെ രക്ഷകനാണെന്നും യേശു ആരാണെന്നുള്ള യഥാർത്ഥ ബോധ്യം ലഭിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അല്ല എങ്കിൽ വാഗൊണ്ട് പറയാമെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിൽ ജീവിക്കാമെന്നുള്ളതല്ലാതെ അത് വാസ്തവത്തിലേക്ക് വരുന്നില്ല. അല്ലേ? കാരണം ഒരു വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം സ്തോത്രം, എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പട്ടാളക്കാരനാകുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നേവിയിൽ ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആഗ്രഹമൊക്കെ മാറി. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. വേറെ പല ജോലിയിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു. എങ്കിലും പോളിടെക്നിക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിലേക്കൊന്നും പോകാൻ സാധ്യമായില്ല. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അവിടെയൊക്കെ ഒന്ന് ദൈവം വിടാഞ്ഞതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, മറ്റൊരു ജോലിയിലേക്കും പ്രവേശിക്കുവാൻ എനിക്ക് അവസരമുണ്ടായില്ല. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നെ ബൈബിൾ കോളേജിലേക്ക് അപ്പനും അമ്മയും കൊണ്ട് ചേർത്തു. അതുകൊണ്ട് ആ മർത്തോമാ സഭയുടെ കീഴിൽ ഒരു സുവിശേഷകനായി തീരുവാനാണ് എനിക്കിടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ ദൈവം എന്നെ വിളിച്ച വിളി അപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുവാനായിരുന്നില്ല, മറിച്ച് ഹല്ലേലൂയ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് യേശുവിന്റെ യഥാർത്ഥ സാക്ഷിയായി നിൽക്കണമെന്നായിരുന്നു കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം. സ്വതന്ത്രം, അതായിരുന്നു എൻ്റെ വിളി എന്നുള്ളത് എനിക്ക് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ എൻ്റെ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. രക്ഷയ്ക്ക് ശേഷമാണ് വിവാഹത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ആ സമയം വരുമ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ അന്ന് ഞാൻ ആ പ്രാക്ടിക്കൽ സെക്ഷനിൽ വെച്ച് ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ വാസ്തവത്തിൽ കിടന്നുറങ്ങി. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്ക് ദൈവവചനം വായിക്കുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായി. ഭയങ്കര ഒരു വാഞ്ചയാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ബൈബിൾ തുറന്നു. നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ആ സാധാരണ ആ കാര്യമല്ല സംഭവിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ബൈബിൾ വായിക്കണം 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 എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ തിരുവചനം വായിച്ചു തുടങ്ങി. ആ വചന വായനയാണ് യഥാർത്ഥത്തിൽ സ്നാനത്തിലേക്കും അന്യഭാഷ പ്രാപിക്കുന്ന പരിശുദ്ധാത്മ നിറവിലേക്കും ആത്മീയ ശുശ്രൂഷയിലൊക്കെ എന്നെ കൊണ്ടുപോകാൻ ഉള്ള അടിസ്ഥാനപരമായ കാര്യം ആ ദൈവവചന വായനയാണ്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പസ് സൊസൈറ്റി പ്രവർത്തിക്കുന്നു. പുന്നവേലി, മല്ലപ്പള്ളിക്കടുത്ത് പുന്നവേലി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ആദ്യമായി ക്യാമ്പസ് സൊസൈറ്റിയുടെ പ്രവർത്തനമായി കടന്നുപോയത്. അവിടെ ഷാരോൺ ദൈവസഭയുടെ കീഴിൽ അവിടെ ആ ദൈവസഭയാണ് ഞങ്ങൾക്ക് ആ ഫിലിം ഷോ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. അപ്പോൾ അവിടുത്തെ കർത്താവിൻ്റെ ദാസൻ എന്നെ പരിചയപ്പെട്ടു. സ്വത്രം, അദ്ദേഹം ഇങ്ങനെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ സുവിശേഷമൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് മാത്രം ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ സ്നാനം വരുമ്പോൾ ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. കാരണം ആ സമയത്തൊക്കെ വളരെയധികം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ ദൈവവചനം വായിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു അധ്യായം വായിച്ച് നിർത്തും, പക്ഷേ എനിക്ക് അധ്യായം വായിച്ച് നിർത്താൻ കഴിയുന്നില്ല. ഞാൻ തുടർമാനമായി വായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനം വായിച്ച് വന്നപ്പോഴാണ് ഈ സ്നാനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നത്, അഭിഷേകത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നത്, സഭയെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നത്, യേശുവിൻ്റെ രക്തം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും എനിക്ക് ബോധ്യം വന്നത് അന്നേരമാണ്. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ദൈവവചനത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ആ കാലങ്ങളിൽ ശക്തമായിട്ട് ഉണ്ടായതാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയതെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നും അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും
ദൈവവചനത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അത് ഒരു വാക്ക് മതി ഒരുവനെ രൂപാന്തരപ്പെടുത്തുവാൻ. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ വചന വായനയാണ് എന്നെ ഈ സത്യത്തിലേക്ക് വാസ്തവത്തിൽ നടത്തിയത്. മുഖാന്തരങ്ങൾ പലതും ദൈവം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ ഈ വചന ധ്യാനം അല്ലെങ്കിൽ വചന വായന അത് എന്നോട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനെ ടച്ച് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. നേരത്തെ ബൈബിൾ വായിക്കുന്നത് ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണമല്ലോ, ബൈബിൾ വായിക്കണമല്ലോ എന്നുള്ള നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. അതനുസരിച്ചായിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ അത് വാസ്തവത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ വായന ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശക്തമായ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെയാണ് ഈ സത്യം എനിക്ക് ബോധ്യപ്പെട്ടത്. ഇതൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞങ്ങളായിരിക്കുന്ന സമുദായത്തിലില്ല. അത് പെന്തക്കോസുകാരുടെ ഇടയിലാണുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഞാൻ ക്യാമ്പസ് ഹൗസിന്റെ പ്രവർത്തനമായി ആ ദൈവസഭയുടെ കീഴിൽ അവര് തന്ന വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഒരു സഹോദരനും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞായറാഴ്ചയാകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു IPSലെ സ്തോത്രം അജി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം സ്തോത്രം ചർച്ചിലേക്ക് പോകും. ഞാൻ നേരെ മാർത്തോമ സഭയിലേക്ക് പള്ളിയിലേക്ക് പോകും ആയിരുന്നു. സ്തോത്രം. അപ്പോൾ ക്യാമ്പസ് ഹൗസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷെ സഭയിലോട്ട് പോകാൻ തയ്യാറല്ല, സ്നാനപ്പെടുവാൻ തയ്യാറല്ല. സ്തോത്രം ചെയ്യുന്നു. ഇതിനൊക്കെ എതിർക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ കൂടെയുള്ള സഹോദരൻ എപ്പോഴും എന്നോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും: ദൈവത്തെ വെല്ലുവിളിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അതിനകത്തെ ഒരുവൻ വെല്ലുവിളിച്ചാൽ സ്തോത്രം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഞാൻ സാധാരണ പറയുന്നത്. ഒന്നുകിൽ അവൻ ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടും, കർത്താവിന് വേണ്ടി നിൽക്കപ്പെടും, അല്ലെങ്കിൽ അവൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്തോത്രം. കൃപയാൽ കർത്താവ് എന്നെ വെട്ടിക്കളഞ്ഞില്ല, കർത്താവിനെ തള്ളിക്കളഞ്ഞില്ല. ഞാൻ ഒത്തിരി എതിർത്തിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ കർത്താവ് എന്നെ സ്നേഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ സ്നാനമേൽക്കുകയില്ല. ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടതാണ്, ശിശു സ്നാനം ഏറ്റതാണ്. ഇനി സ്നാനത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് സ്നാനമേൽക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് സ്നാനമേൽക്കേണ്ടത്? സ്തോത്രം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തി, വിശ്വസിക്കുന്നവരാണ് സ്നാനമേൽക്കേണ്ടത് എന്നുള്ള സത്യം വചനത്തിൽ വ്യക്തമായിരിക്കെ ഹല്ലേലൂയ അതെനിക്ക് ബോധ്യമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ സമുദായപ്രകാരമുള്ള സ്നാനത്തിൽ വിശ്വസിക്കുകയും ഞാൻ ഒരിക്കലും സ്നാനമേൽക്കുകയില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. സ്തോത്രം. എന്നാൽ ആ കാലയളവിൽ സ്തോത്രം ചെയ്യുന്നു അവിടെ താമസിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുക മാത്രമല്ല, ദൈവദാസന്മാരുടെ, അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല, കാസറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ടേപ്പ് റെക്കോർഡ് ഇട്ട് കാസറ്റ് കേൾക്കാം. സ്തോത്രം. അങ്ങനെ അനേക ദൈവദാസന്മാരുടെ, സുരേഷ് ബാബു, അതുപോലെ സ്തോത്രം, അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ ഒക്കെ ആ കാസറ്റുകൾ അവിടുത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ദൈവദാസൻ എനിക്ക് അതൊക്കെ കേൾക്കാൻ തന്നു. ഞാനതൊക്കെ ഇരുന്ന് കേൾക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിലൊക്കെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് കട്ട് ചെയ്യും. സ്തോത്രം. ഇതിനെ സ്നാനം എന്നുള്ള കാര്യത്തെ അംഗീകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മെസ്സേജ് കേൾക്കും. എനിക്ക് യേശു കൊടുക്കുന്ന രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ യേശു കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഹല്ലേലൂയ. പക്ഷെ സ്നാനപ്പെടണമെന്നും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ എനിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ അന്നത്തെ കാലത്തും കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. എന്നാൽ ദൈവവചനം വായിച്ച് കടന്നു വന്നു. ഹല്ലേലൂയ. പുന്നവേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ വീണ്ടും എഴുമറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്യാമ്പസ് ഹൗസിന്റെ പ്രവർത്തനമായി കടന്നു വന്നു. അവിടെ നിന്ന് റാന്നിയിലേക്ക് കടന്നു വരുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. സ്തോത്രം. എല്ലാ വർഷവും മാരാമൺ കൺവെൻഷന് ക്യാമ്പസ് ഹൗസിന്റെ ഒരു സ്റ്റാൾ ഇടുന്ന പതിവുണ്ട്. അപ്പോൾ ആ വർഷം ഞാനും ആ സ്റ്റാളിൽ ഉണ്ടായിരുന്നു. അവിടെ കടന്നു വന്ന ഒരു ദൈവദാസൻ, ഞങ്ങൾ ഈ ഫിലിം ഷോ കാണിക്കുന്നു, ജീസസ് എന്ന ഫിലിം ഷോ കാണിച്ച് സുവിശേഷം അറിയിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റാന്നിയിലേക്ക് കടന്നു വരിക. ആ സമയത്ത് ഞങ്ങൾ എഴുമറ്റൂരാണ് താമസിക്കുന്നത്.
സ്വതന്ത്രം അദ്ദേഹം പറഞ്ഞു, റാന്നിയിൽ കടന്നു വരിക, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റാന്നിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. സ്വതന്ത്രം റാന്നിയിൽ ഈ പറയപ്പെട്ട ദൈവാസൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. സ്വതന്ത്രം എന്നാൽ തൻ്റെ വീട്ടിൽ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അദ്ദേഹമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. പുള്ളി പറഞ്ഞു, എനിക്ക് ഇവിടെ നിങ്ങളെ താമസിപ്പിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഒരു പാസ്റ്റർ നമ്പർ തരാം, അദ്ദേഹത്തെ വിളിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൗകര്യമുണ്ട്, അദ്ദേഹം അതിനുള്ള ക്രമീകരണം ചെയ്യും. അങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനി ഐക്കാടിൻ്റെ നമ്പർ ഞങ്ങൾക്ക് തരികയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. സ്തോത്രം. അപ്പം സുനി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, പാസ്റ്ററെ, കർത്താവെ, എനിക്ക് ഒരു ജനറേറ്റർ വേണം, എനിക്ക് ഫിലിം പ്രൊജക്ടർ വേണം, ഫിലിം കാണിക്കണം, സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾ പറഞ്ഞു, ഇത്രയും സൗകര്യങ്ങൾ, ബോക്സ് ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, സ്തോത്രം, പ്രൊജക്ടർ ഉണ്ട്, ഫിലിം കാണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിനുള്ള സൗകര്യം ഒരുക്കി തരാൻ താല്പര്യമുണ്ട്. അപ്പം അദ്ദേഹം ഒരു 10 ദിവസത്തേക്ക് ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഞങ്ങളെ വിളിക്കുന്നത്. 10 ദിവസം. അത് 2003 മെയ് മാസത്തിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പം 2000 സ്തോത്രം ചെയ്യുന്നു, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. 2003 സ്തോത്രം ചെയ്യുന്നു, റാന്നിയിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തല്ലോ. സ്നാനപ്പെട്ട അനുഭവത്തിലേക്കാണ് ഇനി കടന്നു വരുന്നത്. സ്തോത്രം. ഈ ദേവദാസൻ സുനി ഐക്കാട് എന്ന് പറയുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ ഞങ്ങളെ ക്ഷണിച്ചു. അന്ന് അദ്ദേഹം വിവാഹിതനല്ല. സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഒരു പുകപ്പുറത്താണ്. സ്തോത്രം. ഞങ്ങൾ താഴെ, അദ്ദേഹത്തിൻ്റെ വീടിന് താഴെ ഒരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി ചെല്ലണം. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോയിൽ ചെന്ന് സാധനങ്ങൾ ഇറക്കി വെച്ചു. അപ്പം അദ്ദേഹം മുകളിൽ നിൽക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ സ്തോത്രം, എൻ്റെ കൂടെയുള്ള സഹോദരനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അപ്പം ഞാൻ ഈ പാസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ ഒരു പാസ്റ്ററെ വീട്ടിലോട്ടാണല്ലോ താമസിക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഒരു പാസ്റ്റർ വീട്ടിൽ താമസിക്കാൻ ഉള്ള മനസ്സ് എനിക്കില്ലായിരുന്നു. സ്തോത്രം ചെയ്യും. നേരത്തെ താമസിച്ചിരുന്നത് വേറെ വീട്ടിലായിരുന്നു. പക്ഷെ ഒരു പാസ്റ്ററെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായൊരു അനുഭവമാണല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷേ ആ കർത്താവിൻ്റെ ദാസൻ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ കൈക്കൊണ്ടു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രൊജക്ടറൊക്കെ അവിടെ ഇറക്കി വെച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. തൻ്റെ സാക്ഷ്യം താൻ ഞങ്ങളോട് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. വാസ്തവത്തിൽ ആ സാക്ഷ്യം എന്നെ വളരെയധികം സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. രാത്രി മുഴുവൻ ഏകദേശം 2 മണി വരെയൊക്കെ ഇരുന്ന് ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് സംസാരിക്കും. പല കാര്യങ്ങൾ സംശയം ചോദിക്കും, പല കാര്യങ്ങൾ സംസാരിക്കും. അപ്പം സ്നാനത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഈ മറ്റ് കാര്യങ്ങൾ, പെന്തക്കോസ്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് പോവുക എന്നുള്ളത് സ്തോത്രം എൻ്റെ പാരമ്പര്യം അത് അനുവദിച്ചിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം എൻ്റെ ഉള്ളിൽ ഈ ഇത് പോരാട്ടമാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലാവും. അത് നടക്കുകയാണ്. ഇവിടെ താമസിക്കണോ, ഇങ്ങനെ ഇവരുടെ കൂടെ നിൽക്കണോ, അത് ശരിയാകുമോ, ഇങ്ങനെയുള്ള ചിന്ത ഇങ്ങനെ എന്നെ ഭരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതെന്നെ ഭരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ടതുകൊണ്ട് എതിർപ്പൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്നാനപ്പെടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു രീതിയിലുള്ള എതിർപ്പൊന്നും കാണിച്ചില്ല. 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 10 ദിവസം ഇവിടെ ഫിലിം ഷോ കാണിക്കുക, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ള ചിന്തയിലാണ് ഞാൻ അവിടെ നിൽക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് എല്ലാ ബുധനാഴ്ചയും ഒരു കൂട്ടായ്മ യോഗം നടക്കുമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഒത്തിരി ആൾക്കാർ കടന്നു വരും. അവർ ആത്മാവിൽ ആരാധിക്കും, അന്യഭാഷ പറയും, ആത്മാവിൽ നൃത്തം ചെയ്യും. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ എന്താണെന്നാണ് എൻ്റെ ചിന്തയിലുള്ളത്. സ്തോത്രം. പക്ഷേ സ്തോത്രം, ആ സമയത്ത് തന്നെ വചനം ഞാൻ വായിക്കുന്നുണ്ട്, വചനം എന്നോട് ഇടപെടുന്നുണ്ട്. അപ്പം എനിക്ക് ക്രമേണ ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ യഥാർത്ഥമായിട്ട് ഉള്ള ഒരു കാര്യമാണ്, ഇതൊരു കള്ളത്തരമല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്നാനം എന്ന് പറയുന്നതും അന്യഭാഷ പറയുന്നതും ഈ പ്രവചിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതൊരു ഉഡായ്പ അല്ലെങ്കിൽ ഒരു തട്ടിപ്പല്ല.
ഇതൊക്കെ ബൈബിളിലുള്ള കാര്യമാണ്, ഇതൊക്കെ ഒരു സത്യമാണ് എന്നുള്ള ഒരു ബോധ്യം എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. എനിക്കത് ബോധ്യപ്പെട്ടു, എനിക്ക് മനസ്സിലായി. സ്തോത്രം. അപ്പൊ അവിടെ 10 ദിവസമാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചതെങ്കിലും സ്തോത്രം ചെയ്യുന്നു, ഞാൻ ആ ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയിൽ, ആ ബുധനാഴ്ച കൂട്ടായ്മയിൽ സ്തോത്രം പങ്കെടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അന്യഭാഷയിൽ പറയുന്നത്, അന്യഭാഷയിൽ പാട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടു. സ്തോത്രം. അപ്പൊ എൻ്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹം വരികയാണ്, എനിക്ക് ഇത് അന്യഭാഷ ഉണ്ടെങ്കിൽ എനിക്കിത് വേണമെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് എന്നെ അഭിഷേകത്തിലേക്ക് നടത്തിയത്. അത് ഞാൻ പിന്നീട് പറയാം. എന്നാൽ സ്തോത്രം, ഇവിടെ സ്നാനത്തെക്കുറിച്ച് ഞാൻ എടുക്കാവുന്ന ഒരു സമയത്തിലേക്ക് വന്നു. അതായത് സ്തോത്രം, ഇത് സത്യമാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു സ്നാനപ്പെടണം. പക്ഷേ അതാരും അറിയരുത്. സ്തോത്രം. അപ്പൊ എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ക്യാമ്പസിലൂടെ ഉണ്ടായിരുന്ന സഹോദരൻ മാറി വേറൊരു സഹോദരൻ ഹല്ലേലൂയ ആരാണ് കടന്നു വന്നത്. അദ്ദേഹം CSI ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഒരു സഹോദരനാണ്. അപ്പൊ അദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഇത് ഷെയർ ചെയ്തു, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ സ്നാനപ്പെടുത്തുക, ആരും അറിയത്തില്ല എന്ന് പറഞ്ഞു. സ്വന്തം. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ സ്നാനപ്പെടുകയും ചെയ്യാൻ ആരും തൊട്ട് അറിയത്തുമില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതായി എൻ്റെ ചിന്ത. അപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, സ്നാനപ്പെടുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതിലേക്ക് സ്തോത്രം, അതിനുള്ള കാര്യങ്ങൾ, അത് പരസ്യമായിട്ട് സ്നാനപ്പെടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അത് മറ്റ് വീട്ടിലൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും വേണ്ട, അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സ്തോത്രം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം രഹസ്യമായി സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുത്ത എന്നോട് എൻ്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി സ്നാനപ്പെടുത്താം, ആരും അറിയത്തില്ല, അതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ തീരുമാനമെടുത്തു. ഇതൊന്നും സുനി പാസ്റ്ററോട് ഷെയർ ചെയ്യുന്നില്ല വാസ്തവത്തിൽ. സ്തോത്രം. സ്നാനപ്പെടണമെന്നൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഇത് എൻ്റെ കൂടെ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്ന സഹോദരനോടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനമെടുത്ത സമയത്ത് അവിടെ ഒരു കൺവെൻഷൻ ആ സമയത്ത് നെല്ലിക്കമണ്ണിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ അവിടെ നടത്തപ്പെടുന്നു ആ സമയത്ത്. അപ്പം ഞാനും സ്തോത്രം അവിടെ താമസിക്കുന്ന ഇടയ്ക്ക് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകും. അപ്പം ഈ കൺവെൻഷന്റെ ഒരു ദിവസത്തിൽ സ്തോത്രം ഞാൻ ഒരുങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മല്ലപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ സുനി പാസ്റ്ററിനോട് പറഞ്ഞു, ഇന്ന് എവിടാ പോകുന്നത്? ഞാൻ പറഞ്ഞു മല്ലപ്പള്ളി വരെ പോയിട്ട് വരാം. അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഇന്ന് പോകണ്ട, നാളെ പോകാം, ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പം ഒരുമിച്ച് താമസിക്കുന്നതല്ലേ, അപ്പോൾ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ എന്നെ ആ കൺവെൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. അന്ന് രാത്രി ദൈവവചനം സംസാരിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസി സിസ്റ്റർ പ്രിയ ആൻറ്റി അന്നാ കണ്ടത്തിൽ കർത്താവിൻ്റെ ദാസിയാണ്. അന്നാ കണ്ടത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ദാസിയാണ് അന്ന് വചനം സംസാരിച്ചത്. താൻ അന്ന് സംസാരിച്ചത് മുഴുവനും സ്നാനത്തെക്കുറിച്ചാണ്. സ്തോത്രം. അപ്പം സ്നാനപ്പെടുന്നത് എന്തിനാണ്, സ്നാനം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്? അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം, രഹസ്യമായി സ്നാനപ്പെടരുത്. കർത്താവ് നമുക്ക് വേണ്ടി പരസ്യമായി തൂക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ സ്നാനമേൽക്കുന്നുവെങ്കിൽ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്നാനമേൽക്കുന്നെങ്കിൽ പരസ്യമായിട്ട് തന്നെ സ്നാനമേൽക്കണമെന്ന് താൻ പ്രസംഗിച്ചു. സ്തോത്രം. അപ്പൊ ഈ വചനം മുഴുവൻ എന്നോടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനന്ന് മീശയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എൻ്റെ സഹോദരന്മാരുടെ കൂടെ ഇവരുടെ കൂടെ ഇരിക്കുകയാണ്. ചുറ്റും പെന്തക്കോസ്തുകാരാണ് മൊത്തം ഇരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്ന കൺവെൻഷൻ ആണല്ലോ, പെന്തക്കോസ്ത് കൺവെൻഷൻ ആണല്ലോ. അപ്പോൾ ഞാനേ ഉള്ളൂ, എൻ്റെ ചുറ്റും ഞാൻ മാത്രമേ ഉള്ളൂ സ്നാനപ്പെടാത്തൊരു വ്യക്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. പക്ഷേ ആ കർത്താവിൻ്റെ ദാസിക്ക് അറിയത്തില്ല ഇത് എന്നോടുള്ള ദൈവശബ്ദമാണെന്നും അറിയത്തില്ല. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ ചെയ്തു. അവസാനം തീരുമാനമെടുക്കാൻ വേണ്ടി സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്നവർ കൈവക്കാൻ പറഞ്ഞു.
സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഞാൻ തീരുമാനം എടുക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് സ്നാനപ്പെടാൻ തീരുമാനം എടുത്തു, പക്ഷേ പരസ്യമായിട്ട് സ്നാനം ഏൽക്കണം എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതിലേക്ക് ദൈവം എന്നെ അന്ന് കൊണ്ടുവന്നു ആ വചന ശുശ്രൂഷയ്ക്കൂടെ. അപ്പം പറഞ്ഞു കൈ പൊക്കാൻ പറഞ്ഞു. ഞാൻ എന്നാൽ കൈ പൊക്കിയില്ല. ഞാൻ കൈ ബലമായി പിടിച്ചുകൊണ്ട് അവിടെ കുനിഞ്ഞിരുന്നു. സ്തോത്രം. കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വന്നു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എൻ്റെ ഹൃദയത്തോട് ദൈവാത്മ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുക. സ്തോത്രം. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഒരു തീരുമാനമായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ രഹസ്യമായിട്ട് സ്നാനം ഏൽക്കുന്നില്ല, ഞാൻ പരസ്യമായിട്ട് തന്നെ സ്നാനപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കൺവെൻഷൻ ശുശ്രൂഷയാണ് സ്തോത്രം എന്നെ സ്നാനത്തിലേക്ക്, പരസ്യമായുള്ള സ്നാനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞാൻ കർത്താവിന്റെ ദാസൻ സുനിപ്പാസോട് അന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പം കർത്താവിന്റെ വലിയ സന്തോഷമായി. അദ്ദേഹം സഭയിലെ പാസ്റ്ററെ അറിയിച്ചു. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെ റാന്നി ശാലയും IPC വെച്ച് പാസ്റ്റർ ശിവന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ സുനിപ്പാസാണ് അതിന് ഏറ്റവും മുഖാന്തരമായി തീർന്നത്. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്ന് കർത്താവിനെ പരസ്യമായിട്ട് ജലത്തിൽ സാക്ഷീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതെന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഞാൻ സ്നാനപ്പെടത്തില്ലെന്ന് വെല്ലുവിളിച്ചതാണ്. പക്ഷെ 2 വർഷം തികയുന്നതിന് മുമ്പ് കർത്താവ് എന്നെ സ്നാനത്തിലേക്ക് നടത്തി. അതാണ് ദൈവത്തെ വെല്ലുവിളിക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അന്ന് സ്നാനപ്പെട്ട് കയറി. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. വചനം വീണ്ടും എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് എപ്പോഴും എല്ലാ കാലത്തിലും നമ്മളോട് ഇടപെടുവാനായിട്ട് കഴിയും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യം രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. ദൈവവചനം എന്നെ രക്ഷയിലേക്ക് നടത്തി സ്നാനത്തിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു. അതിന് ദൈവവചനവും സാക്ഷ്യങ്ങളും സുനിപ്പാസ സാക്ഷി എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്നെ കണ്ടെത്തുന്ന കർത്താവിന്റെ വചന ശുശ്രൂഷയാണ് എന്നെ പരസ്യമായ സ്നാനത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ വചനത്തിന് എല്ലാ സമയത്തും ഓരോ കാര്യത്തിലേക്ക് എന്നെ നടത്തുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം ഹല്ലേലൂയ അത് ഞാൻ വീട്ടിൽ അറിയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്നാനപ്പെട്ടത് 2003 മെയ് മാസം 4-ാം തീയതിയാണ്. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത് അതേ മെയ് മാസം 16-ാം തീയതിയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാനുള്ള കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ വെച്ച് അവിടെ നടന്ന ബുധനാഴ്ച നടക്കുന്ന ആ യോഗം, അവിടെ അന്യഭാഷയിൽ ആൾക്കാർ ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഇത് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അത് മാത്രമല്ല, ഞാൻ വചനം വായിച്ചു വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം എന്നോട് ഇടപെടുവാനിടയായിട്ടു. സ്തോത്രം. അത് വേറൊന്നുമല്ല, ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവിനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും, യേശുവിന്റെ സാക്ഷിയായി തീരും എന്നുള്ള വചനം എന്നോട് ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ വേണ്ടി ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. അതിനുള്ള കാരണങ്ങള് ഇവിടെ നടന്ന ആരാധനയും സുനിപ്പാസ്റ്ററുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് താൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും തന്നെ കൂടെ വെളിപ്പെട്ട് വന്ന വിടുതലുകളും ശുശ്രൂഷകളും തന്നെ ദൈവം ഉപയോഗിച്ച വിധങ്ങളും ഒക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുള്ളതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കൂടെ വചനം എന്നോട് ഇടപെട്ടു. അപ്പോസ്തലർ 1:8 എന്നോട് ഇടപെട്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് പരിശുദ്ധാത്മ നിറവ് വേണം, അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കണം. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആരോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നില്ല. സ്തോത്രം. എന്നാൽ ഞാൻ കർത്താവായ യേശുവിനോട്
ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ എനിക്ക് തരണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവർ പറയുന്നു ഉണ്ടെന്ന് പറയുന്നു, അവർ അന്യഭാഷ പറയുന്നു, അന്യഭാഷയിൽ പാട്ടൊക്കെ പാടുന്നു. ഇതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞ കാര്യം ഇതാണ്: ആത്മാവ്, അഭിഷേകം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എനിക്ക് വേണം. സ്വത്രം. ആ സമയത്താണ് ഹല്ലേലൂയ റാന്നി തുണ്ടത്തിൽ ചർച്ച വെച്ച്, ന്യൂ ഇന്ത്യ ചർച്ച വെച്ച് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ നടക്കുകയാണ്. സ്വത്രം. അതിന്റെ അവസാനത്തെ 7 ദിവസങ്ങൾ അവിടെ കടന്നു വന്നു. അപ്പോൾ സുനി പാസ്റ്റർ എന്നോട് എൻ്റെ കൂടെയുള്ള സഹോദരനോട് പറഞ്ഞു, ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, ഞാൻ ഉപവസിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. സ്വതന്ത്രം. അപ്പൊ ഞാനും പറഞ്ഞു, ഞാനും വരുന്നുണ്ട്, ഞാനും ഉപവസിക്കാം, എനിക്കും പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുഴുവൻ സമയം പൂർണ്ണമായിട്ടുള്ള ഒരു ഉപവാസം എടുക്കുന്നത് ആ ഉപവാസ പ്രാർത്ഥന. അത് 7 ദിവസത്തെ ഉപവാസമാണ്. സ്വതന്ത്രം. കാരണം ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ 7 ദിവസമാണ്. അപ്പൊ ആ 7 ദിവസങ്ങൾ ദൈവദാസൻ ഉപവാസത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാനും പറഞ്ഞു, ഞാനും കൂടെ വരാം. സ്വതന്ത്രം. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കൂടെയുള്ള സ്നേഹിതൻ പറഞ്ഞു, ഞാനും വരാം, താനും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ആ ഉപവാസത്തിലേക്ക് കടന്നു പോവുകയാണ്. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ചർച്ചിൽ കടന്നു നിന്നപ്പോഴാണ് കർത്താവദാസൻ പാസ്റ്റർ റെജി നാരായണൻ പാസ്റ്ററെ പരിചയപ്പെടാൻ, അദ്ദേഹം അവിടെ ഉപവാസം ഇരിക്കുകയാണ്. സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിചയപ്പെടാൻ ഇടയായി തീർന്നു. സ്വതന്ത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. സ്വതന്ത്രം. ഞങ്ങള് ഏകദേശം ഒരു 5 പേര് അവിടെ സ്നേഹിതന്മാരായിട്ട് അവിടെ ഒരുമിച്ച് ഉപവസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഉപവസിക്കുന്ന ഇതാണ്: ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അന്യഭാഷ അത് ശരിയാണെങ്കിൽ എനിക്ക് വേണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെ ഉപവസിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. സ്വതന്ത്രം. അദ്ദേഹം അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കർത്താവെ, അദ്ദേഹത്തിന് കൊടുത്തു, എനിക്ക് കിട്ടിയില്ല, അപ്പൊ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ ഉപവാസം അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ ഉപവാസ പ്രാർത്ഥനയിൽ വലിയ ആത്മപകർച്ച നടക്കുന്നു, അനേകർ അഭിഷേകം പ്രാപിക്കുന്നു, വളരെ ശക്തമായ ആത്മീയ ശുശ്രൂഷ അവിടെ നടക്കുന്നു. അവിടെ നടക്കുന്ന വചന ശുശ്രൂഷ എല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ ശുദ്ധീകരണത്തിനും ആത്മനിറവ് പ്രാപിക്കുന്ന ഒരുക്കത്തിനും കാരണമായി തീർന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നും അനേകര് സ്തോത്രം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ഉള്ള ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവദാസൻ എന്നോട് പറയാനുള്ള ദൈവദാസനെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്, അപ്പം അതിനുവേണ്ടി ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പം അനേകരെ അഭിഷേകം പ്രാപിക്കുവാൻ, അനേകരെ ശുശ്രൂഷയിലേക്ക് നടത്താൻ എല്ലാം പിന്നത്തേതിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലരും അനേകർ പറഞ്ഞിട്ടുണ്ട്, കർത്താവദാസൻ കൈവച്ചപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിയാതിരുന്ന എന്നെ ദൈവം ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊന്നും എന്താണെന്ന് പോലും അറിയത്തില്ല. ഇതിനെതിരായി നിന്ന വ്യക്തിയാണ്. ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത മനോഭാവത്തിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ അനേകരെ അഭിഷേകം ചെയ്യുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നടത്തുവാൻ കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. സ്തോത്രം ചെയ്യുന്നത്. അവൻ്റെ സ്നേഹം എത്ര വലുതാണ്. സ്തോത്രം. അവനെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എത്ര വലുതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ ശക്തി ഒരുവനെ എത്രമാത്രം മാറ്റിമറിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അന്നുള്ള ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ സംബന്ധിച്ചു. അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സുനിപാസ്റ്റർ ഭവനത്തിൽ മടങ്ങി വരും. അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ അഭിഷേകത്തിന് വേണ്ടി ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ സ്തോത്രം കർത്താവിന്റെ ദാസൻ സുനി പാസ്റ്ററും റജി നാരായണൻ പാസ്റ്ററും
മറ്റ് വേറെ 2 ദൈവാസന്മാരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം എനിക്ക് വേണ്ടി അവരെല്ലാം കൂടെ അഭിഷേകത്തിന് വേണ്ടി കൈവച്ച് എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്വതന്ത്രം. ഹല്ലേലൂയ. അന്നാണ് ആദ്യമായി അന്യഭാഷയിൽ സംസാരിപ്പാൻ എനിക്ക് കൃപ ലഭിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ആ ഭവനത്തിൽ വെച്ച് സുനി പാസ്റ്ററുടെ ആ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ അന്ന് അന്യഭാഷയിൽ ആദ്യമായി സംസാരിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദിവസം മെയ് 16 ഞാൻ മറക്കത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ അന്ന് രാത്രി ഞാൻ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മലയാളത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എൻ്റെ വായി വന്നത് മലയാളമല്ല വന്നത്. ഞാൻ അന്യഭാഷയിലാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇതേ അനുഭവം പിന്നീട് എനിക്കുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ബൈബിൾ വായിച്ച് തുടർന്ന് സങ്കീർത്തനം നമ്മൾ സഭയിൽ വായിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ സഭയിൽ ബൈബിള് തുറന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ മലയാളത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഞാൻ വായിച്ചത് മുഴുവൻ അന്യഭാഷയിലായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാൻ തുടങ്ങിയത് അന്യഭാഷയല്ല, ഞാൻ മലയാളമാണ് പറയാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ബൈബിള് സങ്കീർത്തനം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം അന്യഭാഷയിൽ പാട്ട് പാടുവാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ, സ്തോത്രം, ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. സ്തോത്രം. കാരണം ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം എന്ത് ചെയ്യും? സാധിപ്പിക്കും. സുനിപ്പാസ ഭവനത്തിൽ വെച്ച് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, സ്തോത്രം, അനേകർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും പാട്ട് പാടുന്നതും കേട്ടപ്പോൾ എനിക്ക് അത് ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച എൻ്റെ ആ ആഗ്രഹത്തെ ദൈവം എൻ്റെ ജീവിതത്തിൽ മാനിക്കുകയും അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ആത്മാവിൽ സംസാരിപ്പാൻ ദൈവം എനിക്ക് കൃപ തരികയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം വചനത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അന്യഭാഷയെക്കുറിച്ച് വെറുതെ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ പാടുവാൻ കഴിയും. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ ഞാൻ പാടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ വചനം അത് എൻ്റെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് എൻ്റെ അധരത്തിൽ കൂടെ, എൻ്റെ അനുഭവത്തിൽ കൂടെ അത് വെളിപ്പെട്ട് വന്നു എന്നുള്ളതാണ് അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് പറയാനുള്ള എനിക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ സംസാരിച്ചു, ശരിയാണ്, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ അത് വചനത്തിലുള്ളതാണെന്നും അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നും ഇന്ന് എനിക്ക് ഹല്ലേലൂയ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം എന്നെ അഭിഷേകം ചെയ്യുകയും ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് അനുഭവിച്ചറിയാൻ എനിക്കിടയായി തീരുകയും ചെയ്തപ്പോൾ ഈ വചനം സത്യമാണ്. സ്തോത്രം, സ്തോത്രം. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ ഇന്ന് സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല. അതിന് ഞാൻ സാക്ഷിയാണ്, അതെൻ്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവവചനം നമ്മൾ കേൾക്കുകയും ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയും വചനം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയും ചെയ്യുമ്പോൾ അതിനെ വില കുറച്ച് കാണാതെ അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം നാം കൊടുക്കാൻ തയ്യാറായാൽ പ്രൈസ് ദി ലോർഡ്, നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വചനം സത്യമാണെന്ന് പറയാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. വചനം ജഡമായി തീർന്നു എന്ന് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അതേ വചനം എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ മാറുവാനിടയായി. അതുവരെ ഞാനൊരു നാണം കുടുങ്ങിയ വായനയായിരുന്നു. ആരോടും അധികം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല.
സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആത്മനിറവ് വന്നോടുകൂടെ എനിക്കൊരു ധൈര്യം ലഭിച്ചു. ആരോടും സംസാരിക്കാൻ എനിക്ക് ധൈര്യം ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാരിക്കുമ്പോൾ, വചനം പറയുമ്പോഴായിക്കോട്ടെ, സാക്ഷ്യം പറയുമ്പോഴായിക്കോട്ടെ, ഹല്ലേലൂയ, എത്ര നേരം വേണമെങ്കിലും പറയാൻ, ധൈര്യത്തോടെ പറയാൻ, എത്ര പേരുടെ മുമ്പിലും പറയുവാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നതിന് പിന്നിൽ എൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകമാണ് കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുണ്ടത്തിൽ സഭയിൽ വെച്ച് നടന്ന ആ ഉപവാസ പ്രാർത്ഥന, പിന്നീടുള്ള ദിവസങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ പ്രാർത്ഥനയിൽ എനിക്ക് ലഭിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഞാൻ ആത്മാവിൽ നിറഞ്ഞു, വലിയ ശക്തിയാൽ നിറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ന്റെ ശക്തി എന്നിലേക്ക് വരുന്നത് ഞാൻ കാണുന്ന ഒരു വെളിപ്പാടിൽ കൂടെയാണ്. സ്തോത്രം. അവിടെ ആ സഭയിൽ ഇങ്ങനെ ഭയങ്കര ആരാധന നടക്കുന്നു. ഞാനും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഒരു പ്രാവ്, വെളുത്ത ഒരു പ്രാവിനെ ഞാൻ കാണുകയാണ്. അത് പറന്ന് എൻ്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ കണ്ട കാഴ്ചയാണ്. അത് എന്നിലേക്ക് വരികയും എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ പിടിവിട്ടുപോയി. ഞാൻ നൃത്തം ചെയ്ത് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് എന്തൊക്കെ ഒത്തിരി പേരെന്നെ പിടിച്ചു. ഞാൻ എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ വലിയ ഒരു ശക്തി എന്നിലേക്ക് വരികയും എൻ്റെ പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു അനുഭവമാണ്. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് നസ്രയനായ യേശുവിനെ, അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ ആ തുണ്ടത്തിൽ വെച്ച് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ നിറവ് എനിക്ക് ലഭിക്കപ്പെടുകയും അതുമാത്രമല്ല, ദൈവത്തിന്റെ ശക്തി എന്നിലേക്ക് വന്നു, അധികാരം എനിക്ക് ലഭിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷിക്കുവാനുള്ള, വചനം പറയുവാനുള്ള, സാക്ഷിയാകുവാനുള്ള ഒരു വലിയ ശക്തിയാണ് എനിക്ക് അന്ന് ലഭിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് യേശുവിലുണ്ടായി, ആത്മാവിന്റെ നടത്തിപ്പ് യേശുവിലുണ്ടായി. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരീക്ഷകളെ ജയിച്ച ശേഷം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ആത്മ നിറവുണ്ടായി. ഞാൻ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ആത്മാവ് എന്നെ നടത്താൻ തുടങ്ങി. അന്ന് മുതൽ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി ഗൈഡൻസ് ചെയ്ത് നടത്താൻ തുടങ്ങി. നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഹല്ലേലൂയ, കർത്താവ് മുഖാന്തരം ഒരിക്കലും കാര്യങ്ങൾ നടക്കും, അല്ലാതെ ആത്മ നടത്തിപ്പിനെ കുറിച്ചൊന്നും അന്ന് ബോധ്യമില്ല. പക്ഷേ പരിശുദ്ധാത്മ നിറവ് ലഭിച്ചതിന് ശേഷം ആത്മാവ് എന്നെ നടത്താൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലാണ് പിന്നീട് ഓരോ കാര്യങ്ങളിലേക്ക് പോകുവാനിടയായി തീർന്നത്. പിന്നീട് നടന്ന എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ ഇടയായി തീർന്നത് ദൈവത്തിന്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ആലോചനയും ഗൈഡൻസും എല്ലാം അതിനകത്ത് വെളിപ്പെട്ടു വന്നു. ഇന്നും അപ്രകാരം ദൈവം നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അന്ന് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. സ്നാനപ്പെട്ട വിവരം ഞാൻ ഭവനത്തിൽ അറിയിച്ചു. വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. സ്തോത്രം. ഭവനത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഭവനത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതോടെ എനിക്ക് ധൈര്യമായി തീർന്നു. എനിക്ക് പിന്നെ സ്തോത്രം ചെയ്യുന്നു, ഈ വിശ്വാസമാർഗം വിട്ട്, ഈ സത്യം വിട്ടു പോകാൻ എനിക്ക് കഴിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഞാൻ നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് അംഗീകരിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഭവനത്തിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീർന്നു. പിന്നീട് 10 ദിവസത്തിന് വേണ്ടി സുനിൽ പാസ്റ്റർ ഭവനത്തിൽ കടന്നു വന്ന ഞാൻ 10 ദിവസമല്ല, 1 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 ദിവസത്തെ ബൈബിൾ സ്തോത്രം, 10 ദിവസത്തെ ഫിലിം ഷോയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചതെങ്കിലും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്
അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 10 ദിവസത്തേക്ക് കടന്നു വന്ന ഞാൻ എന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് പുറത്തു വരേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ കർത്താവിദാസൻ പറഞ്ഞു, എൻ്റെ കൂടെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തോടു കൂടെ താമസിച്ചത്. പിന്നീട് അദ്ദേഹം വിവാഹം കഴിക്കുന്ന സമയം വരെയും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും തന്നോടുകൂടെ ശുശ്രൂഷയിൽ കടന്നു വരുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി തന്നു. അതിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിന് ശേഷം സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം എനിക്ക് ആ സമയത്തുണ്ടായി. സ്തോത്രം. ഒന്ന്, സ്തോത്രം ചെയ്യുന്നു, ഭവനത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു വരേണ്ട സാഹചര്യം ഉണ്ടായി. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതോടൊപ്പം തന്നെ ഞാൻ അന്ന് ക്യാമ്പസ് ക്രൂസ് എന്ന സംഘടനയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം ചെയ്യുന്നു. ആ സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, ഞാൻ രാജിവെച്ച് പുറത്തു വരേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പോ പിന്നീട് എന്താണ് മുന്നോട്ട് പോകേണ്ടത് അതറിയത്തില്ല. സ്തോത്രം. അപ്പം കർത്താവിദാസൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എൻ്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് ഞാൻ ഭവനത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം കർത്താവിദാസൻ സുനി പാസ്റ്റർ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഒരുമിച്ച് ചിങ്ങവനത്തൊരു വീട്ടിൽ അന്ന് പ്രാർത്ഥനയ്ക്ക് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ ദൈവദാസൻ പറഞ്ഞൊരു വചനമുണ്ട് തിമോഥെയോസ് ലേഖനത്തിൽ. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും എന്നുള്ള വചനം പറഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ എൻ്റെ സാക്ഷ്യത്തിന് ശേഷം എന്നെ ആശ്വസിപ്പിക്കാനിടയത്. ആ വചനം എന്നെ വളരെയധികം ബലപ്പെടുത്തി. കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ സ്തോത്രം, എല്ലാവരും വിചാരിക്കുന്നത് കർത്താവിനെ അറിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ പരമസുഖമാണ്, പിന്നെ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഒരു ധാരണ. സ്തോത്രം. പക്ഷേ ശരിക്കും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. വചനത്തിൽ പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എൻ്റെ നാമനിമിത്തമോ സുവിശേഷ നിമിത്തമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ വചനം എത്ര സത്യമാണ്. സ്തോത്രം. അപ്പോ അല്ലെങ്കിൽ അന്ന് മുതൽ സ്തോത്രം കർത്താവിദാസൻ സുനി പാസ്റ്ററോട് കൂടെ ചേർന്ന് താമസിക്കുക. അദ്ദേഹം അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ക്യാമ്പസ് ക്രൂസ് എന്ന സംഘടനയിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ കർത്താവിദാസൻ്റെ കൂടെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് തൻ്റെ കൂടെ പോവുകയാണ്. താൻ പോകുന്നിടത്ത് എന്നെയും കൊണ്ടുപോകും. ഞാൻ എൻ്റെ സാക്ഷ്യം പറയും. ഞാൻ അദ്ദേഹത്തിനോട് വീട്ടിൽ മടങ്ങി വരും. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ മർത്തോമ സഭയിലെ ഒരു ഒരു മിഷണറി ആയിരുന്നല്ലോ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാനും ഒക്കെ ഇടയായി തീർന്നു. ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് ഈ ദൈവദാസന്റെ ഭവനത്തിൽ ഇങ്ങനെ താമസിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി എന്നെക്കുറിച്ചുള്ള നിന്റെ മുന്നോട്ടുള്ള ഹിതം എന്താണ്? ഇത് എനിക്കറിയണം. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ കടന്നു വന്നു. സ്തോത്രം. അത് മറ്റൊന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ ദാസനോടുമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാത്തവനായിട്ട് നിൽക്കുന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. സ്തോത്രം. അപ്പൊ ആ ചോദ്യത്തിന്റെ ആൻസർ അതിനുവേണ്ടിയും ഞാൻ ദൈവസേനയിൽ 7 ദിവസം വീണ്ടും ദൈവസേന ഉപവസിക്കാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉപവാസം എൻ്റെ ജീവിതത്തിൽ അടുത്തൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുവാനിടയായി. ആ ഉപവാസത്തിൽ ഞാൻ ഇങ്ങനെ ഉപവസിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എൻ്റെ വേല എന്താണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അത് എനിക്ക് അറിഞ്ഞാൽ മതി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ ഞാൻ ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ 5-ാമത്തെ ദിവസം, ഉപവാസത്തിന്റെ 5-ാം ദിവസം, അതൊരു വെള്ളിയാഴ്ചയാണ്. സ്തോത്രം. റാന്നി ശാലയും IPC സഭയിലാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. അവിടെയാണ് ഞാൻ എൻ്റെ മാതൃസഭ. അപ്പം ആ സഭയിലെ സ്തോത്രം PYPയെ അവര് കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു, എന്നെ ലോക്കൽ സഭയുടെ ഒരു സുവിശേഷകനായിട്ട് സ്തോത്രം നിയമിക്കുക. അതായത് വേറെ ഒരു കാര്യമല്ല, അവിടെ സഭയുടെ കാര്യങ്ങൾക്കകത്ത് അവിടെ സഭ പ്രാർത്ഥന നടക്കും, ഉപവാസ പ്രാർത്ഥന, ഭവന പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി സുവിശേഷം അറിയിക്കുക, ആ ചുറ്റുപാടുള്ള ഭവനങ്ങൾ ട്രാക്ട് കൊടുക്കുക, സുവിശേഷം അറിയിക്കുക, എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ആൾക്കാരെ ക്ഷണിക്കുക. ഇതാണ് എൻ്റെ വേല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കർത്താവിനോട് ചോദിച്ചത്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്.
അപ്പൊ അതിന്റെ മറുപടി എന്നുള്ള നിലയിലാണ് ഈ കാര്യം. എൻ്റെ 5-ാമത്തെ ദിവസം PPയുടെ സെക്രട്ടറി ബ്രദർ ജയ്ക്ക് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, സഭയുടെ ഒരു ലോക്കൽ സുവിശേഷകനായിട്ട് വേല ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടെന്നുള്ള എനിക്ക് കാര്യം കാണിച്ചു തരികയാണ്. അതിലേക്ക് എന്നെ പ്രവേശിക്കുക. ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. അന്ന് മുതൽ ആ റാന്നി ശാല IPCയുടെ സ്വതന്ത്രം എല്ലാ ഭവനങ്ങളിലും കടന്നു ചെല്ലുകയും അവരുടെ ആ വിശ്വാസ ഭവനങ്ങളുടെ ചുറ്റുപാടുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയും ആ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് കടന്നു വരണമെന്ന് പറയുകയും ചെയ്യുന്ന അനേക ഭവനങ്ങൾ കടന്നു എന്ന് ഡ്രാഫ്റ്റ് കൊടുക്കാനും സുവിശേഷം അറിയിപ്പാനും ദൈവം ആ നാളുകളിൽ ദൈവം എന്നെ ഇടയാക്കി. അതാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ വേല എന്നുള്ളത്. അതോടൊപ്പം തന്നെ സുനി പാസ്റ്ററോട് കൂടെ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോകുന്നിടത്ത് തന്നോട് കൂടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ 5 പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ എപ്പോഴും പ്രാർത്ഥനയും ഇങ്ങനെ ആ കൂട്ടായ്മയും വളരെ സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നടന്ന ഇങ്ങനെയുള്ള ഒരു കാര്യമാണ്, എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സഭ തിരഞ്ഞെടുത്തു എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആ കാലങ്ങളിൽ ഞാൻ സന്ദർശിച്ച ആ ഒരു ഭവനം, അനേക ഭവനങ്ങൾ സന്ദർശിച്ചു. അതിൽ ഒരു ഭവനം കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടവാൻ ദൈവം ഇടയാക്കി. ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. ചെറിയൊരു ഭവനമാണ്. ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ചുറ്റും ഭവനത്തിന്റെ ആ കയറി ചെല്ലുന്ന ആ വീടിന്റെ അകത്ത് മുഴുവൻ പുണ്യവാളന്മാരുടെയും ശിഷ്യന്മാരുടെയും പലരുടെയും ഫോട്ടോ വെച്ചിരിക്കുകയാണ്. വലിയ ഫോട്ടോസ്. സ്വതന്ത്രം, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്നെ അന്ന് നിയോഗിച്ച നിലയിൽ ആത്മാവിൽ അവരോട് സുവിശേഷം അറിയിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം, അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ടു. അതാണ് എൻ്റെ സുവിശേഷ വേലയിൽ ആദ്യം ഫലം എന്ന് പറയുന്നത്. ആ കുടുംബമാണ്. അവരിപ്പോൾ ചെന്നൈയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അവരവർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. അപ്പൊ എൻ്റെ സുവിശേഷ വേലയുള്ള ആദ്യ ഫലം അവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അന്ന് ആ ഭവനത്തിൽ കടന്നു ചെല്ലാനും എൻ്റെ സാക്ഷ്യം പറയുവാനും ഒക്കെ ഇടയായി. ഇപ്പം അവര് മറിയ ഭക്തിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ആ സംഭാഷണ വേളയിൽ അവർ യേശു എങ്ങനെയാണ് ജനിച്ചെന്നുള്ള ബോധ്യം വരികയും അവര് അതെല്ലാം വിട്ടിട്ട് സ്തോത്രം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. സ്തോത്രം. പിന്നത്തേതിൽ കുറെ നാൾക്ക് ശേഷം ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഒറ്റ ഫോട്ടോ പോലും അവിടെ ഇല്ല. എല്ലാം അവർ എടുത്തു മാറ്റി. സ്തോത്രം. അവർ പൂർണ്ണമായ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, സ്തോത്രം, കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നാം നിന്ന് കൊടുത്ത ദൈവം നമ്മളെ ഉപയോഗിക്കും. ഞാനിതൊന്നും ചിന്തിച്ച കാര്യം പോലും അല്ല. സ്തോത്രം. അന്ന് റാന്നിയിൽ ഏതൊക്കെ ഭവനങ്ങളിൽ കയറി ചെന്നോ പല ഭവനങ്ങളും പിന്നീട് യേശുവിനെ കുടുംബമായി രക്ഷിക്കപ്പെടുവാനും പിന്നീട് ഞാൻ ശുശ്രൂഷിച്ച സഭകളിലൊക്കെ പലരും അംഗങ്ങളായി വരികയും, സ്തോത്രം, ഞാൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന സമയത്ത് അവരെ അവിടെ വിശ്വാസികളെ കാണുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അന്ന് ഞാൻ പോയി സുവിശേഷം അറിയിച്ചവർ ദേണ്ട എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് കാണുന്നത് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്, അല്ലേ? സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അങ്ങനെ പലരെക്കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരുമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുവെങ്കിൽ അന്നൊന്നും പലരും എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, അംഗീകരിച്ചിട്ടില്ല. സ്തോത്രം. പലരും ട്രാക്ട് പോലും വായിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ വിടുവിക്കപ്പെട്ട് കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും സന്തോഷമുണ്ടാകും. പിന്നീട് ആ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന സന്തോഷം പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതും മാനസാന്തരപ്പെടുന്നതും, കർത്താവ് പറയുന്ന പോലെ ഒരു പാപി മാനസാന്തരപ്പെടുന്നത് ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഇടയിലും സഭയിലും ഒരു വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത് പലരും മറന്നുപോവുകയാണ്. സ്തോത്രം. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ സഭയ്ക്ക് സന്തോഷം ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാസന അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവർക്ക് നിശ്ചയമായിട്ടും സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. യേശു പറയുന്നുണ്ടല്ലോ, കാണാതെ പോയ ആടിനെ തിരഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും വിളിച്ചെന്ത് ചെയ്യാണ്? സന്തോഷിക്കുകയാണ്. അപ്പൊ ഈ ഒരു അനുഭവം നമ്മുടെ സഭയ്ക്കകത്തും ഉണ്ടാകണം. അല്ലെങ്കിൽ
എല്ലാ സഭകളിലും ഉണ്ടാകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഒരാളുടെ മാനസാന്തരം വലിയ സന്തോഷത്തിന് കാരണമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അന്ന് നമുക്ക് സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. പലരും ഉറക്കമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വരാറുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ 10 പേരോട് പോയി സുവിശേഷം പറഞ്ഞേ, സ്തോത്രം, എന്നിട്ട് വന്ന് നിങ്ങളൊന്ന് കിടന്നു നോക്ക്, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. കാരണം അതെൻ്റെ അനുഭവമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരാ വ്യക്തിയോട് സുവിശേഷം അറിയിച്ചിട്ട് ആളിൽ ഒരുപാട് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആളിൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ രക്ഷയും അനേകരുടെ സന്തോഷമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനേകരുടെ രക്ഷ കാണുമ്പോൾ എനിക്കും സന്തോഷം ഉണ്ടാകുന്നു. സ്തോത്രം. അതാണ് എൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാല പ്രവർത്തനം. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ആരംഭിച്ചത്. സ്തോത്രം. അങ്ങനെ 1 വർഷത്തോളം കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഇരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, അങ്ങനെയാണ് ശുശ്രൂഷയിലേക്ക് വാസ്തവത്തിൽ ഞാൻ പ്രവേശിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ശുശ്രൂഷയുണ്ടെന്നും ഒരു വിളിയുണ്ടെന്നും ദൈവം എന്നെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ഹല്ലേലൂയ എനിക്ക് ബോധ്യമായ ഒരു കാര്യത്തിലേക്കാണ് ഇനി ഞാൻ കടന്നു വരുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, വചന വായന വളരെ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിച്ചിട്ടാണ്, 1:8 വായിച്ചിട്ടാണ് ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ തീരുമാനിച്ചത്. സ്തോത്രം. ഇപ്പോൾ ഒരു ശുശ്രൂഷയുണ്ടെന്നും ആ ശുശ്രൂഷ ചെയ്യണമെന്നും അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ച് ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പം ഒരു ദിവസം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്നോട് ദൈവം വചനത്തിൽ കൂടെ നേരിട്ട് ആദ്യമായി സംസാരിച്ച ഒരു വചനം കൂടെയാണ് ഞാൻ ആദ്യം വായിച്ച യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. ഈ വചനമാണ് ദൈവം എന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. സ്വതം. അന്ന് ആ സമയത്ത് ക്യാമ്പസ് ക്രൂസൈഡ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുനിപാസ്റ്റർ കൂടാണ് താമസിക്കുന്നത്. ക്യാമ്പസിന്റെ പ്രവർത്തനവും സ്തോത്രവുമായിട്ടുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രാരംഭ സമയത്ത് വിടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്ന ഞാൻ പറയുകയാണ്. സ്തോത്രം. ഇപ്പൊ ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, റാന്നിയില് ഒരു ദൈവദാസനും കുടുംബവും വന്നിട്ടുണ്ട്, ബാബു പാസ്റ്ററും മിനിയാൻറ്റിയും, അവര് 40 ഉപവാസം അവിടെ എടുക്കുകയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസി പ്രവചനം പറയും, അതുകൊണ്ട് നീ പോയി ഒരു ആലോചന കേൾക്കണമെന്ന് എന്നോട് പറഞ്ഞു. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവചനം കേൾക്കുകയും അതിൻ്റെ എന്താണെന്നൊന്നും എനിക്ക് അന്നേരം വ്യക്തമായിട്ട് അറിയത്തില്ല. സ്തോത്രം. അപ്പം സുനിപാസ് പറഞ്ഞത്, അന്ന് ഞാൻ ക്യാമ്പസ് വിട്ടിട്ടില്ല, സ്തോത്രം, എന്നോട് പറഞ്ഞത് പോയി ഒന്ന് ആലോചന വയ്ക്കുക. സ്തോത്രം. അപ്പം ഞാൻ അങ്ങനെ ആ ദൈവദാസിയുടെ അടുക്ക കടന്നു ചെന്നു, ദൈവത്തിൻ്റെ ആലോചന കേട്ടു. അന്ന് കർത്താവിൻ്റെ ദാസി എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ അധികകാലം തുടരത്തില്ല, കർത്താവ് നിന്നെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കും എന്ന്, അത് അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ വേർതിരിക്കുമെന്ന് ആലോചന എന്നോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അന്ന് ഞാൻ ദൈവത്തിന്റെ അടുക്കൽ, ഞാൻ വീട്ടിൽ മടങ്ങി, ആലോചന കേട്ട് മടങ്ങി വന്നു. ഞാൻ അന്ന് രാത്രി ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, 2 വർഷം കഴിഞ്ഞാണെങ്കിലും ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാൻ എന്നെ പൂർണ്ണമായി വേർതിരിക്കും എന്നുള്ളത് വ്യക്തമായി. ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് ക്യാമ്പസ് ക്രൂസൈഡ് എന്ന സംഘടനയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ അനേക ദേശങ്ങളിൽ കടന്നു പോകും, അനേക ഗ്രാമങ്ങളിൽ നീ കടന്നു പോകും, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നീ കടന്നു പോകും, ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും ദൈവം നിന്നെ അയക്കും. ഇങ്ങനെ എൻ്റെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അന്ന് കർത്താവിൻ്റെ ദാസിയിൽ കൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. അപ്പം
ആ ഒരു ശുശ്രൂഷ നവീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഇപ്പോൾ നിൽക്കുന്ന നിന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് ദൈവം തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സ്വതന്ത്രം. അപ്പൊ ഞാൻ ദൈവത്തിനും പറഞ്ഞു, കർത്താവെ, അങ്ങനെയാണ് എന്നെ ദൈവം കണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ റെഡിയാണ്, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന ശരിക്കും അങ്ങ് കേട്ടു. സ്തോത്രം. അവിടുന്ന് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം കർത്താവ് തന്നെ ഒരുക്കി തന്നു. അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ, വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് അവർ ട്രാൻസ്ഫർ തന്നു. ഞാൻ ട്രാൻസ്ഫർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് വാസ്തവത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരുന്നത്. പ്രൈസ് ലോർഡ്. എനിക്ക് ട്രാൻസ്ഫർ അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല ഞാൻ. പ്രൈസ് ലോർഡ്. അന്ന് ഞാൻ തിരുവല്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനം അന്ന് താമസിക്കുന്നെങ്കിലും തിരുവല്ലയുടെ ക്യാമ്പസിന്റെ ഇതിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്നെ എറണാകുളത്തേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് ജൂൺ മാസം ആ സമയത്താണ്. അപ്പോൾ ഞാനത് ജൂൺ മാസത്തിലേക്ക് പോകാനുള്ള നിലയിലാണ് തന്നത്. പക്ഷേ ജൂൺ മാസം സാധാരണ ആർക്കും ട്രാൻസ്ഫർ കൊടുക്കാറില്ല. അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ്. സ്തോത്രം ചെയ്തു. അപ്പം ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അങ്ങനെയാണ് സംഘടനയിൽ പുറത്തു വന്നത്. സുനി പാസ്റ്റർ കൂടെ പിന്നെ നിൽക്കുവാൻ ഇടയായി തീർന്നതും പിന്നീടാണ് ശുശ്രൂഷയിലേക്ക് വരുവാനും ദൈവം ഇടയാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊമ്പാടി ബൈബിൾ കോളേജിൽ സ്തോത്രം ചെയ്യുന്നു ഞാൻ പഠിച്ചു. അതിനുശേഷം ആന്ധ്രയിൽ മിഷണറിയായിട്ട് കടന്നുപോയ സമയത്തും അവിടെയും ഒരു വർഷം തെലുങ്ക് ഭാഷയിൽ ബൈബിൾ ട്രെയിനിങ് അഭ്യസിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം ആലയമാണ് പിന്നീട് ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ ദാസനും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനി എന്താണ് ഉള്ള തീരുമാനത്തിലേക്ക് വന്നു. അപ്പം സുവിശേഷ വേലയായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്തത് എന്താണ് എന്നുള്ളതിലേക്ക് വരുന്ന ഒരു സമയത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പൊ എൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത്, സ്വതന്ത്രം, കർത്താവ് പറഞ്ഞു, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് ഞാൻ നിന്നെ കണ്ടതാണ്, ഗർഭപാത്രപ്പുറത്ത് വരുന്നപ്പോൾ ഞാൻ നിന്നെ വിശദീകരിച്ചതാണ്, ഞാൻ നിന്നെ ജാതികളുടെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള യിരെമ്യാവിനോട് അരുളിച്ചത് അരുളപ്പാട്. അത് എന്നോടുള്ള അരുളപ്പാടായി ദൈവം എന്നോട് വചനം വായിച്ചപ്പോൾ എന്നോട് സംസാരിച്ചു. സ്വതന്ത്രം. ഹല്ലേലൂയ. ആ സമയത്ത് സുനി പാസ്റ്ററെ കാണുവാൻ വേണ്ടി ഒരു ദൈവദാസൻ അവിടെ കടന്നു വന്നു. അപ്പോൾ സുനി പാസ്റ്റർ അവിടെ ഇല്ല, ഞാൻ അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇല്ല, പാസ്റ്റർ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദിവസം പറഞ്ഞു കുറെ നേരം അവിടെ ഇരുന്നു. എന്നോട് സംസാരിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയത്ത് ഈ വചനം എന്നോട് ആലോചനയായിട്ട് പറഞ്ഞു. സ്വതന്ത്രം. അപ്പൊ ഈ വചനം എന്നോട് ഇടപെട്ടതായിട്ടുള്ള കാര്യം ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. സ്വതന്ത്രം. ഈ ദേവദാസനും അറിയത്തില്ല. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല. അദ്ദേഹം എന്നെ കാണാൻ വന്ന വ്യക്തിയല്ല, സുനിപാസ്റ്റർ കാണാൻ വന്ന വ്യക്തിയാണ്. സ്തോത്രം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നോട് ദൈവം ഇടപെട്ട ആ വചനം പ്രവാചകനിൽ കൂടെ ദൈവം എനിക്ക് ഉറപ്പിച്ചു തന്നു. ക്രൈസ്തലോ. അപ്പം ദൈവം നമ്മോട് ഇടപെടുന്ന ദൂതുകൾ നമ്മളോട് ദൈവാത്മാവ് തന്നെ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ച് ഉറപ്പിച്ചു തരുവാൻ ഇടയായി തീരുമെന്ന് അന്ന് എനിക്ക് അതിൽ കൂടെ ബോധ്യപ്പെട്ടു. സ്വതന്ത്രം. ഇന്ന് ഞാൻ ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. അപ്പോൾ ഹാലലുയ, ഞാനും പലരും കേട്ടിട്ടുണ്ട് കർത്താവിന്റെ ദാസനെ അന്ന് പറഞ്ഞ ദൂത് എന്നോടുള്ള ആലോചനയായിരുന്നു, എന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്, എന്നോട് ദൈവം ഇടപെട്ടതാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചു തന്നതാണ് എന്ന് പറഞ്ഞ് എന്നോട് പറയുമ്പോൾ ഞാൻ ഇതെന്ന് ഓർക്കും. എന്നോട് ആദ്യമായി സംസാരിച്ച ഒരു ദൈവശബ്ദം അത് മറ്റൊരു പ്രവാചകൻ എന്നോട് വന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഉറപ്പുള്ളതാണ്. അങ്ങനെയാണ് ദൈവം വചനത്തെ ഉറപ്പിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും. ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നതിന്റെ കാരണം കർത്താവിന് എന്നെക്കുറിച്ച് മുന്നിൽ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ വചനം കിട്ടിയതോടുകൂടെ പിന്നെ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശുശ്രൂഷ സംബന്ധമായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വചനത്തിൽ കൂടെയും ഈ ദൈവാലോചനയിൽ കൂടെയും അദ്ദേഹം മാത്രമല്ല അനേകര് പിന്നീട് പറഞ്ഞു. പ്രധാനദാസി മിനിയാൻറ്റി എന്നോട് ആലോചന പറഞ്ഞതിന് കൂട്ടത്തിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെയാണ് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരു
സുവിശേഷം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നിലയിൽ അങ്ങ് പോവുക എന്നുള്ളതല്ലാതെ ഒരു കർത്താവിൻ്റെ ഒരു പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിട്ട് വരാന് ഉള്ള ചിന്ത ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. പക്ഷേ അത് എൻ്റെ വിചാരം അങ്ങനെ ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വിചാരം അങ്ങനെയല്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നെക്കുറിച്ച് വിചാരിച്ചത് ഇങ്ങനെയാണെന്നുള്ള ബോധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിനുവേണ്ടി അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മുടെ രീതി. സ്തോത്രം. കർത്താവിന് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതെന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? താമസിക്കരുത്, അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഞാൻ അതാണ് വാസ്തവത്തിൽ ചെയ്തത്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇതാണ് ദൈവഹിതമെങ്കിൽ കർത്താവെ എന്നെ അതിനു വേണ്ടി ഏൽപ്പിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ മാറ്റാനാണെങ്കിൽ അതിനുള്ള മുഖാന്തരം അന്നേരം ഉളവായി വരും. സ്തോത്രം. പുറപ്പെടുവിക്കാനുള്ള അതിനുള്ള മുഖാന്തരം ഉണ്ടായി വരും. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയം ആയപ്പോഴേക്കും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഒരു പ്രവാചകനായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പ്രവചിക്കണം. സ്തോത്രം. പ്രവാചകനാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രവചിക്കണം. അന്ന് വരെ പ്രവചിച്ചിട്ടില്ല. സ്തോത്രം. സാക്ഷ്യം പറയും, വചനം പ്രസംഗിക്കും. പക്ഷെ ഒരു പ്രവചിച്ചിട്ടില്ല, ആത്മാവിൽ പ്രവചിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. സ്തോത്രം. എത്രയോ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രവചന ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഒരു ശുശ്രൂഷ ലഭിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്ക് പ്രവചിക്കണം. സ്തോത്രം. കാരണം അന്ന് ശാലേയ സഭയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ എല്ലാ മാസത്തിലും 3 ദിവസം കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഉപവാസ പ്രാർത്ഥന നടത്താറുണ്ട്. അതെല്ലാ സഭയിലും ഉള്ളതാണ്. അപ്പം ഞങ്ങളുടെ സഭയിലും ഉണ്ടായിരുന്നു. എല്ലാ മാസവും അവസാനം 3 ദിവസം ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉപവാസ പ്രാർത്ഥന നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന കടന്നു വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്, എനിക്ക് പ്രവചിക്കണം, എന്നെ അഭിഷേകം ചെയ്യണം. നീ എന്നെ ഒരു പ്രവാചകനായിട്ട് കണ്ടിരിക്കുന്നുവെന്ന് എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രവചിക്കണമെന്ന് പറഞ്ഞ് സഭയിൽ സാധാരണ നടത്തുന്ന ആ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ വിഷയം, എൻ്റെ പ്രാർത്ഥനാ വിഷയം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ചുള്ള ഒരു അഭിഷേകം വീഴണം, എനിക്ക് പ്രവചിക്കണം. അതായത് പ്രവചനാത്മാവിനാൽ എന്നെ ദൈവം നിറയ്ക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അങ്ങനെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ദൈവം എന്നെ വീണ്ടും അഭിഷേകം ചെയ്തു. പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവചന ദൂതുകളെ തരുവാനിടയായി തീർന്നു. വ്യക്തികളോട് വ്യക്തിപരമായി ഉള്ള ആലോചനകൾ പറയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ ശുശ്രൂഷയിലേക്ക് വരുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെയാണ് പ്രവചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു പ്രവചനം ഉണ്ടെന്നും പ്രവാചകനായ ദൈവനെ അഭിഷേകം ചെയ്തുവെന്നും ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ബോധ്യമുണ്ട്. അതിന്റെ ആരംഭം ഇങ്ങനെയായിരുന്നു. സ്തോത്രം. അന്ന് മുതൽ ശുശ്രൂഷയുടെ വിശാലതയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകദേശം 1 വർഷത്തോളം സുനി ഐക്കാട് എന്ന് പറയുന്ന ദേവദാസനോട് കൂടെ താമസിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് അദ്ദേഹം വിവാഹം കഴിപ്പാനുള്ള സമയം ആലോചന തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതുവരെ ഞാൻ അദ്ദേഹത്തിനോട് താമസിച്ചു, അദ്ദേഹം വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തുടങ്ങി. സ്തോത്രം. ആ ഉപവാസത്തിന്റെ മറുപടി എന്ന നിലയിൽ സ്തോത്രം ചെയ്യുന്നു, എൻ്റെ അമ്മയുടെ ഫാദർ, അതായത് എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ മകനും കുടുംബവും അവര് സ്തോത്രം റിട്ടയറായി തിരുവല്ലയിൽ വന്ന് താമസിക്കുകയാണ്. അവരാണ് ഞങ്ങളുടെ അമ്മ വീട്ടിലെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ, വേറെ ആരും വന്നിട്ടില്ല. അപ്പം അവർ ആ സമയത്ത് തിരുവല്ലയിൽ റിട്ടയറായി വന്ന് താമസിക്കുന്നു. ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ വന്ന വിവരം എൻ്റെ അമ്മച്ചി ഇവരോട് പറഞ്ഞു. സ്തോത്രം. അവര് ഈ സമയത്ത് എന്നെ വിളിക്കുകയാണ്, മോനെ, നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്, ഇങ്ങോട്ട് വരണം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീ വിശ്വാസി വന്നു കേട്ടപ്പോൾ സന്തോഷമുണ്ട്, വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവര് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവർ പറഞ്ഞു, നീ ഇങ്ങി പോരെ, ഞങ്ങളിവിടെ താമസിക്കാം എന്ന് പറഞ്ഞ്
സഹോദരൻ എന്നെ അങ്ങോട്ട് ക്ഷണിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്, ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് ദൈവം എന്നെ മറ്റൊരു മുഖാന്തരം ഒരുക്കി തിരുവല്ലയിലേക്ക് കൊണ്ടുവരും. റാന്നിയിൽ നേരെ തിരുവല്ല വരികയാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പം തിരുവല്ലയിൽ അന്ന് സ്തോത്രം ചെയ്യുന്നു, കുറ്റപ്പുഴയിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, മാടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ബാബു സാർ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ സഭയിലാണെന്ന് അവർ പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അങ്ങനെ ഞാനും അദ്ദേഹവുമായി പരിചയപ്പെടാൻ ഇടയായി തീർന്നു. അവിടെ കടന്നു ചെന്നു, ഞാൻ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു, എൻ്റെ സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസന് പറഞ്ഞു, ദൈവാസനെ ഇനി ഞങ്ങളുടെ നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ദൈവാത്മ പറഞ്ഞു, ഒരല്പകാലത്തേക്ക് നീ ഇവിടെ നിൽക്കണം എന്ന്, നിന്നെ ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവം എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അവർ എന്നെ പാസ്റ്ററായിട്ട് തിരഞ്ഞെടുത്തു, എനിക്ക് ഓർഡിനേഷൻ തന്നു. എന്നെ അവരുടെ ഒരു പാസ്റ്ററായിട്ട് അവർ തിരഞ്ഞെടുത്ത് അവരോടൊപ്പം 1 വർഷത്തോളം അവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് സോനി പാസ്റ്റർ വിവാഹിതനായി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിനു മുമ്പ് തിരുവല്ലയിലേക്ക് വരാനിടയായി തീർന്നു. ഇപ്പം ഞാൻ തിരുവല്ല താമസിക്കുകയാണ്. ആ 1 വർഷം അവിടെ വളരെ ശക്തമായി കർത്താവ് ഉപയോഗിച്ചു. അനേകരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കൊക്കെ നടത്തുവാൻ ആ കാലയളവ് ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ നല്ല ഓർമ്മകളാണ് അവിടെ എനിക്കുള്ളത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏകദേശം ഹല്ലേലൂയ എന്നോട് കർത്താവ് പറഞ്ഞ സമയം അനുസരിച്ചപ്പോൾ വീണ്ടും ദൈവം ചില മുഖാന്തരങ്ങളെ ഒരുക്കി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബാംഗ്ലൂരുള്ള ഒരു ദൈവാസനമായി ബന്ധപ്പെടുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. പിന്നീട് ഹല്ലേലൂയ അദ്ദേഹവുമായി ചേർന്ന് ശുശ്രൂഷയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെ ആ ദൈവാസനവുമായി ബന്ധപ്പെട്ട് ഉള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് തന്നെ എറണാകുളത്ത് എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടെ ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്നോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കണം. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു. മാത്രമല്ല, നീ ഹല്ലേലൂയ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് തിരുവല്ലയിലേക്ക് മടങ്ങി പോകണം എന്ന് എന്നോട് പറയാനിടയായി കർത്താവ്. അപ്പോൾ ഞാൻ അതനുസരിച്ച് വീണ്ടും എന്നെ തിരുവല്ലയിലേക്ക് കൈക്കൊണ്ട് ആ ഭവനത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നു. സ്തോത്രം ചെയ്യുന്നു. അവർ ആ സമയത്ത് ബാബുസാറിന്റെ സഭയിൽ നിന്ന് മാറി ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു സഭയിൽ, IPC സഭയിൽ അംഗങ്ങളായിരുന്നു. ഞാൻ ആ സഭയിൽ അവരോട് കൂടെ ചേർന്നു. അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടത്തപ്പെട്ടത്. സ്തോത്രം. ഞാൻ വിവാഹം കഴിച്ചത് കഞ്ഞിക്കുഴി കൊച്ചമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് സ്തോത്രം ചെയ്യുന്നു ആഷ്ലി എന്ന് പറയുന്ന സഹോദരിയാണ്. പുള്ളിക്കാരിയും സ്തോത്രം അവരുടെ വീട്ടിൽ നിന്ന് ആദ്യമായി വിശ്വാസി വന്നവരാണ്. അവർ 3 പെൺമക്കളാണ്. അവർ കുടുംബമായി തൻ്റെ മാതാപിതാവ് ഉൾപ്പെടെയുള്ളവർ അവർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുമായി ബന്ധപ്പെടുവാനൊക്കെ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ വിവാഹം കഴിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നു. സ്തോത്രം. എൻ്റെ ആ തിരുവല്ലയിൽ രണ്ടാമത് മടങ്ങി വന്ന് താമസിക്കുന്ന സമയത്ത് വിവാഹം നിശ്ചയിക്കപ്പെട്ട ആ സമയത്ത് സ്തോത്രം ഞാൻ വീണ്ടും ദൈവത്തിനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിവാഹിതനായ ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് പോകേണ്ടത്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു എന്നെ അവിടെ ആദ്യം ആലോചന പറഞ്ഞ മിനി ആൻറ്റി എന്ന് പറയുന്ന ആ ദേവദാസിയുടെ ഹസ്ബൻഡ് ബാബു പാസ്റ്റർ, അദ്ദേഹം അവരുമായിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു, വിവാഹം കഴിഞ്ഞ് നീ ഇങ്ങ് വരണം, ഞങ്ങൾ നിനക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാം എന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. അപ്പൊ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ജീവിക്കും, ആര് നിനക്ക് വേണ്ടി കരുതും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, യഹോവ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് എവിടെ ജീവിക്കുന്നത് ചോദിച്ചു. ഞാനിപ്പോ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അവരോട് താമസിക്കാൻ പറ്റത്തില്ല വിവാഹം കഴിഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം ചെയ്യുന്നു. അതേപോലെ തന്നെ ദൈവം കരുതാനിടയായി തീർന്നു. വിവാഹം കഴിഞ്ഞ് റാന്നിയിൽ ബാബു പാസ്റ്ററുടെ അവർ എടുത്തു തന്ന ഭവനത്തിലേക്ക് വിവാഹത്തിന് ശേഷം ആ സഭയുമായി ഖാദേശ്വരന എന്ന് പറയുന്ന ദൈവസഭയുമായി ചേർന്ന് അവിടേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പ്ലാച്ചേരിയിലാണ് ഞങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനമായി തന്നു. പ്ലാച്ചേരിയിൽ കടന്നു വന്ന ആദ്യമായി കുടുംബമായി അവിടെ കർത്താവിൻ്റെ വേലയിൽ ആരംഭിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. റാന്നിയില് വലിയകാവ് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, മക്കപ്പുഴ സ്തോത്രം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കാനൊക്കെ ദൈവം അവസരം ഒരുക്കി തന്നു.
ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ബാബു പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ, കാതശിവനുമായുള്ള ബന്ധത്തിൽ അവിടെ 1 വർഷത്തോളം താമസിച്ചതിന് ശേഷം അവരോട് തന്നെ ഒരു ചർച്ചാണ് പാമ്പാടി കുറ്റിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത്. ആ സഭയിൽ ഹല്ലേലൂയ അവിടുത്തെ പാസ്റ്റർ മാറിയപ്പോൾ എന്നെ അവര് പാമ്പാടിയിലേക്ക് പാസ്റ്ററായിട്ട് അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ഞാൻ പാമ്പാടിയിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പാമ്പാടിയിൽ കടന്നു വന്നു. 7 വർഷത്തോളം ആ ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം കർത്താവ് 2012 21 ദിവസം ദൈവത്തിന് ഞാൻ ഉപവസിക്കുമ്പോൾ, സഭയായിട്ട് എല്ലാ വർഷവും ഉപവസിക്കും. അന്ന് 21 ദിവസം ഉപവസിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ അനേക സ്ഥലങ്ങളിലേക്ക് അയക്കുവാനുണ്ട്. സ്തോത്രം. ഞാൻ നിന്നെ ഹല്ലേലൂയ നീ അറിയാത്ത ഭാഷക്കാട് നടുവിൽ കൊണ്ട് നിർത്തും. അതിനുവേണ്ടി നീ ഒരുങ്ങിക്കൊള്ളണമെന്ന് ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ശക്തവും വ്യക്തമായിട്ട് വ്യക്തിപരമായും ദൈവാസന്മാരിൽ കൂടെയും എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് പുറത്തു വരാനുള്ള സമയം അടുത്ത് വന്നിരിക്കുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാനുള്ള സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി അതിനുവേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ 2014 മാർച്ച് മാസത്തിൽ ദൈവസഭയുടെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വിരമിക്കുകയും ഞാൻ സഭയുടെ ചാർജിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ആ 7 വർഷക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭയിൽ ചേർന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. എൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ആരൊക്കെ എന്നോടുകൂടെ സഹകരിച്ചോ അവരോടെല്ലാം ഇന്നും നല്ല ബന്ധം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം എന്നെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ദൈവാത്മാവ് ഞാൻ ആ സഭയെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തിൻ്റെ ദാസനോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, കുറെ കാലത്തേക്ക് നീ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷേ ദൈവാത്മാവ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാ കാലത്തും ആയിരിക്കത്തില്ല, കർത്താവ് എന്നോട് പോകാൻ പറഞ്ഞ സമയം വരെ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ സഭയുടെ ചാർജ് എടുക്കാനായിട്ട് തീരുമാനിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എനിക്കറിയാം കർത്താവ് എന്നെ ഈ നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പണക്കത്തിന്റെ അല്ലെ മറ്റ് വേറെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. ദൈവാത്മാവ് നിയോഗിക്കുന്ന പോലെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പോ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ പ്രവാചകന്മാർ പലരും പല രീതിയിലാണല്ലോ ആലോചന. ചിലർ എന്നോട് പറഞ്ഞു അധികകാലമില്ല, ഒരു 5 മാസം 6 മാസം ഒക്കെ കാണത്തുള്ളൂ. ചിലർ പറഞ്ഞു 1 വർഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോർക്കാം, ഒരു കുറച്ചു കാലം കൂടെ അല്ലേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ സാധാരണ സഭയിൽ 3 വർഷം കൂടുമ്പോൾ ദൈവദാസന്മാരെ മാറ്റുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സഭയിൽ അങ്ങനെയില്ല, എത്ര കാലം വേണമെങ്കിലും നിൽക്കാൻ കുഴപ്പമില്ല. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞു, എന്നെ ദൈവം നിർത്തുന്ന വരെ എനിക്ക് ഒരു ശുശ്രൂഷ ഇവിടെ ദൈവം തന്നിട്ട് ഇവിടെ ചെയ്യാൻ എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തീർക്കുമ്പോൾ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും, അതുവരെ നിൽക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറിയത്. സ്തോത്രം. അതുപോലെ തന്നെ ദൈവം എന്നെ ഉപയോഗിക്കാനിടയായി തീർന്നു. ദൈവസഭ ആത്മീയ നിറവിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കൊണ്ടുവരാൻ ദൈവം എന്നെ ഇടയാക്കി. അവിടുത്തെ ശുശ്രൂഷ തീരാറായപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇവിടുത്തെ ശുശ്രൂഷ അവസാനിക്കാറായി, നീ പുറത്ത് ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2014 മാർച്ച് മാസത്തിൽ ഞാൻ സഭയുടെ ചാർജിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം അടുത്ത ചോദ്യമാണ്. സ്തോത്രം ചെയ്യുന്നു. പാമ്പാടിയിലെ വേല തീർന്നു, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സ്തോത്രം എൻ്റെ ജന്മസ്ഥലം തിരുവല്ലയാണ്, വള്ളംകുളം. അപ്പൊ അവിടേക്ക് കടന്നു പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അവിടെ ചെന്ന് തിരുവല്ലയിൽ ചെന്നു, ചില വീടുകളൊക്കെ കണ്ടു, താമസിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനയിൽ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, തിരുവല്ലയിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. സ്തോത്രം. നീ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പോകരുത്, നീ ഒരു വീട് വാടകയ്ക്ക് എടുത്ത്. അപ്പോസ്തലർ 28-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനോട് പറയുന്നതുണ്ട്, നീ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക എന്നുള്ള ഒരു വചനം പറയുന്നുണ്ട്. ആ വചനം പറയുന്നത് പോലെ ആ വചനം എന്നോട് ഇടപെട്ടു. കൂലിക്കെടുത്ത് വീട്ടിൽ പൗലോസ് 2 സംവത്സരത്തോളം താമസിച്ച് പ്രാഗൽഭ്യത്തോടെ ദൈവവചനം ശുശ്രൂഷിച്ചു വന്നു. ആ വചനത്തിൽ നിന്നുള്ള ആലോചന ദൈവം എനിക്ക് തന്നു. അപ്പോൾ കർത്താവിനോട് പറയുകയാണ്, നീ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക്, തിരുവല്ലയിലൊക്കെ വേറൊരു സ്ഥലത്തേക്ക് പോകരുത്, പാമ്പാടിയിൽ തന്നെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കണം എന്നുള്ള ഒരു ആലോചനയാണ് എനിക്ക് ലഭിക്കപ്പെട്ടത്. അങ്ങനെ ഞാൻ പാമ്പാടി സഭയുടെ ചാർജ് വിട്ടെങ്കിലും പാമ്പാടിയിൽ നിന്ന് പോകാൻ ദൈവം അനുവദിക്കാതെ ഈ പാമ്പാടിയിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുവാൻ
ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 9-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ താമസിച്ചു. സ്വതം. അപ്പം കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. സ്വതം. നീ അറിയപ്പെടാത്തവരുടെ നടുവിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. നീ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നീ കേട്ടിട്ടില്ലാത്ത ഭാഷക്കാരുടെ നടുവിലേക്ക് കൊണ്ടുപോകും. സ്വതം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിന്റെ ആ ഭാഗത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്നുള്ള വചനം വായിച്ചിട്ട് അത് പ്രകാരമാണ് ഞാൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ശേഷം 3 മാസം കഴിയുന്നതിന് മുമ്പ് ബോംബെയിൽ കടന്നുപോയി. അന്ന് ബോംബെയാണ്. മുംബൈയിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. അപ്പോൾ എനിക്ക് ആ വചനം ഉറപ്പായി. ഞാൻ കേരളം വിട്ട് ആന്ധ്രയിൽ മർത്തോമാ സഭയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും വേറൊരു സ്ഥലത്തും പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് മടങ്ങി വന്ന ശേഷം കേരളത്തിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതിന് ശേഷം ഞാൻ യേശുവിന്റെ സാക്ഷിയായിട്ട് 3 മാസത്തിനകം ഞാൻ ബോംബെയിൽ കടന്നുപോയി സാക്ഷിയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം എനിക്ക് സത്യമാണെന്ന് ബോധ്യം. നീ ആത്മാവ് വരുമ്പോൾ ഞാൻ നിന്നെ സാക്ഷിയാക്കി തീർക്കുമെന്നുള്ള വചനം. സ്വതന്ത്രം. ബോംബെയിൽ മാത്രമല്ല, പിന്നീട് പലയിടങ്ങളിലേക്ക് പോയി. ഇന്ന് ഇന്ത്യയിൽ സ്വതന്ത്രം 10 സ്റ്റേറ്റുകളിലോളം കടന്നു പോകാൻ ദൈവം അവസരം ഒരുക്കി തന്ന് 10 സ്റ്റേറ്റുകളിലോളം നമുക്ക് മിനിസ്ട്രി ഉണ്ട്. സ്വതന്ത്രം. അപ്പോ അന്ന് ദൈവം പറഞ്ഞ ആലോചനയാണ്, സ്വതന്ത്രം വചനമാണ്, പരിശുദ്ധാത്മ വരുമ്പോൾ നിന്നെ അനേക ഇടങ്ങളിൽ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാക്കി തീർക്കും. സ്വതന്ത്രം. ഈ വചനം പരിശുദ്ധാത്മ വന്ന് എന്നെ സാക്ഷിയാക്കി നിർത്തിച്ചെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ ആഴത്തിലേക്ക് വരുവാൻ തക്കവണ്ണമുള്ള സമയം 2016 ആയിരുന്നു. 2015 ശേഷമുള്ള കാര്യമായിരുന്നു. സ്തോത്രം ചെയ്തു. 2015 ഒരു വർഷത്തോളം ഞാൻ ഇവിടെ പാമ്പാടി തന്നെ താമസിക്കുകയും വിളിക്കുന്നിടത്തൊക്കെ ശുശ്രൂഷ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്വതന്ത്രം. ആ സമയത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവാസന്മാര്, ഈ പാമ്പാടിയുള്ള ദൈവാസന്മാരുമായി ചേർന്ന് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്തു. അങ്ങനെ ആ കൂട്ടായ്മയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ കടന്നുപോയി. ഒരു വർഷം ഏകദേശം 2016 കഴിയുന്നതിന് മുമ്പ് തന്നെ, സ്തോത്രം ചെയ്യുന്നു, 2015 കഴിയുന്നതിന് മുമ്പ് തന്നെ സ്തോത്രം, കർത്താവ് എന്നെ വീണ്ടും സാക്ഷിയായിട്ട് ആന്ധ്രയിലേക്ക് വീണ്ടും അയച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പിന്നീട് എല്ലാ മാസത്തിലും ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, കർത്താവ് എന്നെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അയക്കുവാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. അപ്പം കർത്താവ് പറഞ്ഞ വചനപ്രകാരം ഞാൻ അറിയാത്ത ഭാഷക്കാരുടെ നടുവിലേക്ക്, ഹിന്ദിക്കാരുടെ നടുവിലേക്ക്, ഒറീസയുടെ മണ്ണിലേക്ക്, പഞ്ചാബിലേക്ക്, ഡൽഹിയിലേക്ക്, സ്തോത്രം, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ദൈവം അയച്ചുകൊണ്ടേയിരുന്നു. ഇന്നും അത് തുടരുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പമ്പാടിയിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച, അല്ലെങ്കിൽ ദേശങ്ങളിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ കൂട്ടായ്മ പിന്നത്തേതിൽ സ്തോത്രം ചെയ്യുന്നു ഒരു മിനിസ്ട്രിയായി രൂപാന്തരപ്പെട്ടു. ജീസസ് ജനറേഷൻ ഗോസ്പൽ ആർമി മിനിസ്ട്രീസ് എന്ന പേരിൽ 2017 അത് ഹല്ലേലൂയ സ്തോത്രം ഹൈദരാബാദിൽ വെച്ച് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയോടുകൂടെ പാസ്റ്റർ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ സ്തോത്രം രക്ഷാധികാരി, ഫൗണ്ടറായിരിക്കുന്ന പാസ്റ്റർ തോമസ് ആൻഡോസിന്റെ നേതൃത്വത്തിൽ ആ മിനിസ്ട്രി ആരംഭിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. അതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്തു. ആ നിലയിൽ അന്ന് മുതൽ 2018 ഞങ്ങളത് രജിസ്റ്റർ ചെയ്തു. ആദ്യം ആരംഭിച്ച വേല ബീഹാറിലാണ്. പിന്നീട് അത് പഞ്ചാബിലേക്ക് വന്നു. പിന്നീട് അത് രാജസ്ഥാനിലേക്ക് വന്നു. പിന്നീട് ഒറീസയിലേക്ക് വന്നു. മഹാരാഷ്ട്രയിലേക്ക് വന്നു. തമിഴ്നാട്ടിലേക്ക് വന്നു. കർണാടകയിൽ ഒരു ബൈബിൾ കോളേജ് ആരംഭിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നു. ഈ നിലയിൽ ഹല്ലേലൂയ ഈ മിനിസ്ട്രി വിശാലപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചു. അതിന്റെ ഭാഗമായി അനേക ഇടങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നു. പഞ്ചാബിലേക്ക് കടന്നു പോകാൻ മുഖാന്തരമായി തീർന്നത് ഡൽഹിയിൽ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ട് പോയതാണ്. അവിടുന്ന് ഒരു ഹല്ലേലൂയ സ്തോത്രം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മാനസികമായി ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു മാതാവിനെ ദൈവം അത്ഭുതകരമായ സൗഖ്യം പ്രാർത്ഥനയിൽ കൂടെ ദൈവം കൊടുത്തു. അതാണ് പഞ്ചാബിലേക്കുള്ള വഴി തുറന്നത്. അങ്ങനെ അനേക ഇടങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകർ വളരെയധികം ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്, ബന്ധനങ്ങൾ അഴിയപ്പെടുന്നത് കാണുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ത്യയുടെ ബോർഡർ, പഞ്ചാബിന്റെ ബോർഡർ
ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അവിടെ വാക്ക ബോർഡറിൽ കടന്നു ചെല്ലുവാൻ ദൈവം എനിക്ക് ഒരിക്കൽ അവസരം തന്നു. ഞാൻ അവിടെ ആ ബോർഡറിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദ എല്ലായിടത്തും, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞ വചനപ്രകാരം കർത്താവെ, കേരളത്തിൽ കിടന്ന എന്നെ വിവിധ ഇടങ്ങളിൽ സാക്ഷിയാക്കി. എന്ന് ഞാൻ ഇന്ത്യയുടെ അറ്റത്ത് വന്ന് സാക്ഷിയായി നിൽക്കും. ലോകത്തിന്റെ അറ്റത്തോളം എന്നെ അയക്കണമെന്ന് ഞാൻ അന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ വചനം എത്ര സത്യമാണ്. സ്തോത്രം. ഇതിനിടയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. കർത്താവ് വളരെ പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ, പ്രവചനങ്ങളൊക്കെ നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പല അനുഭവങ്ങളാണ് ജീവിതത്തിൽ തന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. സ്തോത്രം ചെയ്യുന്നു. ആദ്യമായ ഒരാളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ആന്ധ്രയിലായിരുന്ന ഒരു സമയത്ത്, സ്തോത്രം, എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ കോമയിലേക്ക് പോയി. സ്തോത്രം. എന്നോട് അവിടുത്തെ ഡോക്ടർമാര് അവരോട് പറഞ്ഞു, അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇവൻ ഒരിക്കലും ഇനി പഴയ ഓർമ്മയുമായിട്ട് മടങ്ങി വരത്തില്ല, പുതിയ ഒരു മനുഷ്യനായിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആശുപത്രി കിടക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഓർമ്മയുണ്ട്, പിന്നെ ആശുപത്രിയിലെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, അത്രയും ഭാഗം ഓർമ്മയില്ല. എന്നാൽ എൻ്റെ ചെറുപ്രായം മുതൽ ഉള്ള സകല കാര്യങ്ങളിലും എൻ്റെ ഹൃദയത്തിലേക്ക് റിവൈൻഡ് ചെയ്ത് വരുന്ന ഒരു അനുഭവം. ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇതൊക്കെയും ഓർക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ആശുപത്രി കിടക്കുകയാണ്. ഞാൻ കണ്ണു തുറന്ന് കണ്ടപ്പോൾ നേഴ്സ് ഓടി വന്നു, ചോദിച്ചു, എന്നെ അറിയാമോ? അറിയാം, എനിക്ക് പരിചയമുള്ളവരവരൊക്കെ. സ്തോത്രം. എന്നെ അറിയാവുന്നവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെ അറിയാമോ, എൻ്റെ പേര് പറയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അവരുടെ പേര് പറയുന്നു, അവരെ അറിയാമെന്ന് പറയുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ദൈവം നഷ്ടപ്പെട്ട ഓർമ്മകളെ മടക്കി തന്നു. സ്തോത്രം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. 6-ാം മാസത്തിൽ ജനിക്കപ്പെട്ട ഞാൻ, സ്തോത്രം ചെയ്യുന്നു, അങ്ങനെ ജനിച്ചിട്ടുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വൈകല്യം ഉള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെ ജനിക്കപ്പെടുന്നവർ മാസം തികയാതെ 6-ാം മാസത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ, സ്തോത്രം ചെയ്യുന്നു, അങ്ങനെ ജനിച്ചവരുടെ ഒക്കെ അവസ്ഥ പല വ്യത്യസ്തമായ രീതിയിലാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അംഗവൈകല്യം ഒന്നും, ഒരു ആരോഗ്യ പ്രശ്നം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ. അപ്പം ദൈവം എന്നെ വിടുവിച്ചത് അത്ഭുതകരമായ രീതിയിലാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ച ഒരു കാര്യമാണ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജനിക്കാനിടയായത്? ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അമ്മ പറഞ്ഞു. അപ്പായോട് ചോദിച്ചപ്പോൾ പാപ്പ പറഞ്ഞു, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. പിന്നെ ആർക്കറിയാവുന്നത്? പക്ഷെ ദൈവം പറയുകയാണ്, ദൈവത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ്? നമ്മുടെ ഏത് ചോദ്യത്തിന് ഉത്തരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. ഒരു ദിവസം ദൈവം എനിക്ക് അതിന് ഉത്തരം, എന്തുകൊണ്ട് നീ ഇങ്ങനെ ജനിച്ചു? വാസ്തവത്തിൽ സാക്ഷ്യത്തിന്റെ ആരംഭ ഭാഗത്ത് പറയേണ്ടതായിരുന്നു. സ്തോത്രം. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ജനിച്ചത് 6-ാം മാസത്തിലാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ കർത്താവിന്റെ കയ്യിൽ അതിന് മറുപടി ഉണ്ടായിരുന്നു. ഒരു ദിവസം കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതൻ പാസ്റ്ററാണ്, പാസ്റ്റർ പ്രതാപൻ. അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം അന്യഭാഷ സംസാരിച്ചു. ആ അന്യഭാഷയുടെ വ്യാഖ്യാനം ആയിട്ട് എന്നോട് ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നീ മരിച്ചു പോകേണ്ടതായിരുന്നു. മാസം തികഞ്ഞാണ് നിന്നെ പ്രസവിച്ചിരുന്നെങ്കിൽ നീ ജീവനില്ലാത്തവനായി പുറത്തു വരുമായിരുന്നു. എന്നാൽ മോശയെ വലിച്ചെടുത്തതുപോലെ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ നിന്നെ വലിച്ചെടുത്തതാണ് എന്ന് ദൈവം അന്ന് എനിക്ക് മറുപടി തന്നു. സ്തോത്രം. ഞാൻ എന്തിനങ്ങനെ ജനിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം തരുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞില്ല.
എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് ചോദ്യത്തിനും ഉത്തരം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകേണ്ട സ്ഥാനത്ത് കർത്താവിനെ ജീവനോടെ നിർത്തിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഊനമില്ലാത്തവനായി, കുറവില്ലാത്തവനായി കർത്താവ് എനിക്ക് ജന്മം തന്നു. 6-ാം മാസത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീടുള്ള വളർച്ചയിൽ എല്ലാ ആ അവസ്ഥകളെല്ലാം മാറി പൂർണ്ണമായുള്ള നിലയിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. എനിക്ക് 3 മക്കളെയാണ് ദൈവം തന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മൂത്തത് മകളാണ്. സ്വതന്ത്രം. അവളെ വൈഫ് പ്രസവിച്ചപ്പോൾ വളരെ ഈസി ആയിട്ടാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അവള് 3 ദിവസം അവിടെ നിൽക്കാൻ ഡോക്ടർ പറഞ്ഞു. പ്രസവത്തോടു കൂടെ മടങ്ങി വന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ മൂത്ത മകൻ, അവൻ കെനസ് 10-ാം ക്ലാസ്സിൽ ഇതിലൊക്കെ കയറുകയാണ്. സ്വതന്ത്രം. അവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, അതിനെ പ്രസവിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ തകർത്ത് കളയാൻ നോക്കിയ പിശാച് എൻ്റെ തലമുറയോടും പോരാടാൻ തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ദൈവത്തിന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്നെ കൊല്ലാൻ നോക്കിയ ആ പാരമ്പര്യ വ്യാപാരം അതിപ്പോ എൻ്റെ തലമുറയോട് പോരാടി, അവൻ്റെ ഉദരത്തിൽ വെച്ച് അവനോട് പോരാടിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നവും കൂടാതെ അവൻ ജനിക്കണം. കർത്താവിനെ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി. നെഹമ്യാവ് 1-ാം അധ്യായത്തിൽ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആ പ്രാർത്ഥനാ പ്രകാരം ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം എൻ്റെ തലമുറയോട് കണക്കിടരുത്. എന്നോട് പോരാടിയത്, എൻ്റെ പിതാവിനോട് പോരാടിയത്, സ്വതന്ത്രം എന്നോട് പോരാടരുത് എന്ന് പറഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. അത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. അവനെ പ്രസവിച്ചപ്പോൾ, എൻ്റെ മകൻ മൂത്തമൻ കെനസ്, അവനെ പ്രസവിച്ചപ്പോൾ അവന് പുക്കള് ജോയിന്റ് ആയിരുന്നില്ല. അവിടുന്ന് കുടല് വെളിയിലോട്ട് തള്ളി ആത്തരം ഭാഗം തുറന്നു കിടക്കുന്ന രീതിയിലാണ് അവൻ ജനിക്കപ്പെട്ടത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്തു. ഒരു പ്രയാസം കൂടാതെ ഇന്ന് അവൻ വളരെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നു. സ്തോത്രം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതായിരുന്നില്ല സാഹചര്യം. സ്തോത്രം. അവനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ശത്രു ശ്രമിച്ചതാണ്. എന്നാൽ ദൈവം എനിക്കൊരു അടയാളമായിട്ടാണ് ഇത് കാണിച്ചു തന്നത് എന്ന് മനസ്സിലായി. സ്തോത്രം. പ്രതിസന്ധി പ്രശ്നം ഉണ്ടായിരുന്നു, അവന്റെ ജീവൻ എടുക്കാമായിരുന്നു. പക്ഷെ അവനൊരു വാഗ്ദത്ത സന്തതിയാണ്. കാരണം എനിക്ക് മൂത്ത മകൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ, അടുത്തത് പ്രഗ്നന്റ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതും പെണ്ണായിരിക്കും. സ്തോത്രം. അപ്പൊ എൻ്റെ വൈഫ്, അവര് 3 പെൺമക്കളാണ്, അവളോടും പറഞ്ഞു ഇത് പെണ്ണായിരിക്കും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു. എനിക്കൊരു വചനം ദൈവം തന്നു. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്തോത്രം. എന്നിട്ട് എനിക്കൊരു വെളിപ്പാട് കാണിച്ചു തന്നു. കെനസ് അവന് ഒരു മേശപ്പുറത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അവന് ഒരാൺ സന്തതിയെ തന്നെയാണ് ദൈവം തരുന്നത്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരാണായിരിക്കും ലഭിക്കപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അവൻ ജനിക്കപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ അവന്റെ പേര് കെനസ് ജോഹാൻ പ്രജിത്താണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ പോലെ യോഹാൻ എന്നുള്ള പേര് അവൻ ഇടുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നിവൃത്തീകരിക്കപ്പെടും. അപ്പൊ എൻ്റെ ജനനത്തിൽ എന്നോട് പോരാടിയത്, എൻ്റെ തലമുറയോട് പോരാടി, എന്നാൽ അതുമേൽ ദൈവം ജയം തരുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് അവനെ വിടുവിച്ചു. സ്തോത്രം. അവന് സ്തോത്രം ജനിച്ചതിന് ശേഷം വീണ്ടും ഹല്ലേലൂയ എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. സ്തോത്രം. ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേരാണ് കെവിന്. സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രശ്നമില്ല. 3 പ്രസവമായിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നില്ല. സ്തോത്രം. അത് ദൈവത്തിന്റെ കൃപ. മാത്രമല്ല 3ാമത് ജനിച്ച മകൻ ഒരു പ്രശ്നം കൂടാതെ ജനിച്ചു. അതും ഒരടയാളമാണ്. കാരണം പോരാടി വന്ന വെല്ലുവിളി ഇനിയില്ല, അതെന്നേക്കുമായി അവസാനിച്ചു എന്നുള്ള ഒരു അടയാളമായിട്ടാണ് 3ാമത്തെ തലമുറയെ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. കാരണം ഞങ്ങള് ഇനിയൊരു തലമുറ ഉടനെ വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരുന്നാണെങ്കിലും അത് ദൈവം തന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് സ്തോത്രം ചെയ്യുന്നു. മരണത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ സാഹചര്യം, ജീവിതത്തിലുണ്ടായ സാഹചര്യത്തിൽ
കർത്താവ് അത്ഭുതകരമായി വിടിവിപ്പിനിടയായി തീർന്നു. ഓർമ്മ നഷ്ടപ്പെട്ട് വേറൊരു നിലയിൽ പോകേണ്ട സ്ഥാനത്ത് കർത്താവ് അത് മടക്കി തന്നു. ശുശ്രൂഷ സംബന്ധമായി അനേക പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ കർത്താവ് വിടുവിക്കുകയും ദൈവം നിർത്തുകയും ചെയ്തു. ഇത്രത്തോളം നടത്തി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സ്തോത്രം. കർത്താവിന് വേണ്ടി ശക്തമായി വീണ്ടും ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സ്തോത്രം കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയെ തുടരുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നു പോകണം, എല്ലാ ഭൂഖണ്ഡങ്ങളിലും കടന്നു പോകണം. കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വേല തെയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ശുശ്രൂഷിച്ചു വരുന്നത്. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം സാക്ഷ്യം പറയുവാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട്, അരോമ ടിവിയോടും അതിന്റെ പ്രേക്ഷകരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേക കർത്താവനാസം പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി മുഖാന്തരം ഒരുക്കി തന്ന കർത്താവനാസം സുനി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് വരെ കൈത്താങ്ങലായി നിന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സ്തോത്രം ഞാൻ നന്ദി പറയുകയാണ്. പല കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവം മറ്റൊരു അവസരത്തിൽ അതിന് കൃപ തരട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രജിത്ത് പി മാത്യു. ഇത്രത്തോളം സമയം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ, നടത്തിയ പാതകളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 6-ാം മാസത്തിൽ ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ജനനത്തിങ്കൽ തന്നെ ഒരു പക്ഷെങ്കിൽ മരണം കാണാമായിരുന്ന സാഹചര്യം, അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് ജീവങ്കലേക്ക് മടക്കി വരുത്തിയ സർവശക്തൻ്റെ ശുശ്രൂഷകനായി, ഒരു ദാസനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഇന്നാക്കി വച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. മർത്തോമാ സഭയുടെ ഒരു സുവിശേഷ വേലക്കാരനായിട്ട് ആന്ധ്രയിൽ സുവിശേഷ വേല ആരംഭിച്ചു. എന്നാൽ പിന്നത്തേതിൽ കർത്താവുമായിട്ടുള്ള ആ ആഴമേറിയ ബന്ധത്തിൽ ഒരു ദൈവ പൈതലായി തീരുവാൻ ദൈവം അവസരമൊരുക്കി. ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഫിലിം പ്രദർശനവും അവിടെ അവരുടെ ക്യാമ്പുകളിൽ വിവിധ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാനിടയായി തീർന്നു. അപ്പോൾ ആ ഫിലിമിൽ പറയപ്പെട്ടതായ ചില രംഗങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുവാനും അതിൽ പറയുന്നതായ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വരുവാനും ഇടയായി തീർന്നു. അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവമകനായി തീർന്നു കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. യൗവനകാലത്തിൽ വലിയ ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനായി തീരണമെന്ന്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ രാജ്യത്ത് കർത്താവിൻ്റെ ഒരു വേലക്കാരനായി തീരുവാൻ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നത്തേതിൽ ആ ഫിലിം പ്രൊജക്റ്റുമായിട്ട് ഏകദേശം 1 വർഷക്കാലം പ്രിയ സുനി ഐക്കാട്ട് പാസ്റ്ററുമായി ബന്ധപ്പെട്ട് അവരോട് ഒരുമിച്ചായിരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം മറ്റ് ചില മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിന് കടന്നു പോകാനൊക്കെ കർത്താവ് സഹായിച്ചു. ശുശ്രൂഷയുടെ തലങ്ങൾ മാറി മാറി ദൈവം ഒരുക്കിയെടുക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ശക്തനായ ഒരു സുവിശേഷകനായി തീരുവാൻ ദൈവം സഹായിച്ചു. വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് ഇന്ന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഒരു പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവം അഭിഷേകം ചെയ്യുവാൻ ഇടയായി തീർന്നല്ലോ. അതെ, ഔദ്യോഗികമായി പല പദവികളും ഒരുപക്ഷെങ്കിൽ അലങ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ആത്മീയമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. ആകയാൽ ഇന്ന് അനേക ജനങ്ങളുടെ മുൻപാകെ വിവിധ നിലകളിൽ കർത്താവിനെ ഉയർത്തിക്കാട്ടുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 6-ാമത്തെ മാസമാണ് ഭൂമിയിൽ ഒരു ജനനം ഉണ്ടായെങ്കിൽ ഇന്ന് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ, ശുശ്രൂഷയുടെ തലങ്ങളിലൊക്കെ ആയിരിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവസ്ഥല അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം
ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാൻ നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിനെ ഇരിപ്പാനും അടിയന്റെ സാക്ഷ്യവും വചനവും പറയുവാനും ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അരോമ ടിവിക്കായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനേകരുടെ സാക്ഷ്യങ്ങളെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനും അതിൽ കൂടി ആത്മാക്കളെ നേടുവാനും ദൈവം കൊടുത്ത നല്ല ദർശനത്തിനും കാഴ്ചപ്പാടുകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. അരോമ ടിവിയുടെ കൂടെ ഈ ഹല്ലേലൂയ ശുശ്രൂഷകൾ കാണുന്ന എല്ലാവരെയും, അതിൻ്റെ എല്ലാ അംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരണം. അതുപോലെ മറ്റുള്ള സാക്ഷ്യങ്ങളും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, യഥാർത്ഥമായൊരു വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, വചനത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവം ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കത്തില്ലെന്ന് അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. കർത്താവദാസൻ പാസ്റ്റർ പ്രജിത്ത് പി മാത്യു ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ആരോഗ്യം കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.